السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നാം ഏറ്റവും വിലപ്പെട്ടതായി കാണുന്ന, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ കടമകൾ, അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതിൽ നിന്ന് തെറ്റിപ്പോകാതെ ജീവിതം ക്രമീകരിക്കാനും നമുക്ക് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട കാര്യമെന്നുള്ളത്, അഥവാ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ എപ്പോഴും സ്ഥിരതയോടുകൂടി ഉറച്ചു നിൽക്കാൻ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിലേക്ക് ഞാൻ മടങ്ങും എന്ന ഓർമ്മ. എന്റെ ജീവിതം ഇവിടെ എന്ത് തരത്തിലാണെങ്കിലും, ചില ആളുകൾ ഏറ്റവും നല്ല സുഖസൗകര്യത്തിലായിരിക്കും, ചില ആളുകൾ വളരെ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കും, ചില ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പല രീതിയിൽ ആളുകൾ ഉണ്ടാകും. എന്നാൽ ഈ ആളുകൾക്കെല്ലാം പൊതുവായിക്കൊണ്ട് അവർ നേരിടേണ്ടി വരുന്ന തർക്കമില്ലാത്തൊരു വിഷയമാണ് മരണം എന്നത്. സ്വാഭാവികമായും ഒരു മുസ്ലിം എന്ന നിലക്ക് ധാരാളമായി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ മരണത്തെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന, തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണമേ, ധാരാളമായി ഓർക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണത്തെ ഓർക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു 10 ആൾ ഒപ്പമുണ്ട്. അങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന്, അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, മൻ അക്യസുന്നാസി വ അഹ്സമുന്നാസ്, അള്ളാഹുവിന്റെ നബിയെ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള, ഏറ്റവും നല്ല ഒരു ധൈര്യമുള്ള, അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിയും വിവേകവുമുള്ള ആൾ ആരാണ് എന്ന് നിലക്ക് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത്, ആരാണോ അവരുടെ കൂട്ടത്തിൽ, ചില റിവായത്തുകളിൽ മുഅ്മിനീങ്ങളിൽ ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളത് എന്ന് കാണാം, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മരണത്തെക്കുറിച്ച് ഓർക്കുന്നവൻ, അവനാണ് അവരുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവൻ. വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്, മരണം വന്നെത്തുന്നതിന് മുമ്പ് ആ മരണത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുന്നവനാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഹുമുൽ അകിയാസു ദഹബൂ ബിശറഫിദ് ദുനിയ വകറാമത്തിൽ ആഖിറ, അവരാണ് ബുദ്ധിമാന്മാർ. അവർ ദുനിയാവിലെ ശറഫ് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് അവർ പോയി. അതുപോലെ തന്നെ അവർ ചെല്ലുന്നതോ പരലോകത്തിന്റെ ഏറ്റവും നല്ല ആദരവിലേക്കും അള്ളാഹു ഒരുക്കിയിട്ടുള്ള കറാമത്തുകളിലേക്കുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദുആ എന്താണ്? മരണത്തിൽ നിന്ന് ജീവിപ്പിക്കുന്ന, മരണത്തിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, മരണമാണ് ആദ്യം ഓർക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഓർക്കുന്നത് എന്താണ്? മരണമാണ്. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്നുള്ള ചുരുങ്ങിയ ദുആയും വേറെ ഏത് ദുആ ആ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മരണത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കത്തിലും അവസാനത്തിലും മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം,
ഞാൻ എന്റെ മരണത്തിന് ഒരുങ്ങിയിട്ടുണ്ടോ? എന്റെ മരണം ഇന്ന് ഈ ദിവസത്തിൽ, ഈ സമയത്തിൽ, അതിൽ അടുത്തൊരു നിമിഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കുന്നതുകൊണ്ട് പ്രധാനമായ 3 നേട്ടങ്ങൾ താബിഈങ്ങളിൽപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, മൻ അക്തറ ദിക്റൽ മൗതി ലം യമുത് ഖബ്ല അജ്ലിഹി. ഒരാൾ മരണത്തെ കൂടുതൽ ഓർത്തു എന്നതുകൊണ്ട് അവന്റെ ആയുസിന്റെ സമയം എത്തുന്നതിന് മുമ്പ് മരിക്കൊന്നുമില്ല. അതായത് മരണത്തെ കൂടുതൽ ഓർത്തു എന്നുകൊണ്ട് പെട്ടെന്ന് മരണം വരുമൊന്നുമില്ല. മരണം അതിന്റെ സമയത്തേനെ വരുള്ളൂ. വയദ്ഖുലു അലൈഹി 3 ഖിസാൽ മിനൽ ഖൈർ. എന്നാൽ മരണത്തെ ഓർത്താൽ അവനിൽ 3 നന്മകൾ ഉണ്ടാകും. മരണത്തെ ധാരാളമായി ഓർത്തു കഴിഞ്ഞാൽ 3 നന്മകൾ ഉണ്ടാകും. അവ്വലുഹ, അതിലൊന്നാമത്തേത് അൽ മുബാദറത്തു ഇല തൗബ. അവൻ തൗബയിലേക്ക് ധൃതി കാണിക്കും. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിലേ പാപങ്ങൾ ഒഴിവാക്കാനും സാധിക്കുകയുള്ളൂ. ഇനി പാപം സംഭവിച്ചു പോയാൽ തൗബ വേഗത്തിലാക്കാനും സാധിക്കുകയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പാപം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ മരണത്തെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ ഓർത്തിരുന്നെങ്കിൽ നമുക്ക് ആ പാപം ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ആ സമയത്ത് മരണത്തെ മറന്നിട്ടുണ്ടാകും. ഈ സംഭവിച്ചു പോയ ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്യാതെയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ മരണചിന്ത നമുക്ക് തൗബയിലേക്ക് ധൃതി കാണിക്കാൻ കാരണമാകും. രണ്ടാമത്തെ നേട്ടം അൽ ഖനാഅതു ബിറിസ്ഖിൻ യസീരിൻ. കുറവാണെങ്കിലും ചെറുതാണെങ്കിലും അവന് ലഭിച്ചിട്ടുള്ള ഉപജീവനത്തിൽ അവന് ഖനാഅത്ത് ഉണ്ടാവും. ഖനാഅത്ത് പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തി ഉണ്ടാകും. അല്ലാഹു തആല നൽകിയതിൽ തൃപ്തി ഉണ്ടാകും. കാരണം എനിക്ക് എത്രയാണോ ഉള്ളത് അത് കൂടിയാലും കുറഞ്ഞാലും എന്റെ സമയമാകുമ്പോൾ ഇതെല്ലാം ഞാൻ വിട്ടേച്ച് പോകേണ്ടതാണ് എന്നുള്ള ആ ചിന്ത അവനിൽ ഉണ്ടാക്കുന്നതാണ്. മൂന്നാമത്തെ ഒരു നേട്ടം യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അന്നശാത് ഫിൽ ഇബാദ. ഇബാദത്തിന് അതിയായിട്ടുള്ളൊരു ഉന്മേഷം ലഭിക്കും ഇബാദത്ത് ചെയ്യുന്നതിൽ. ചില സലഫുകൾ പറഞ്ഞതുപോലെ നിന്റെ ഓരോ നിസ്കാരവും നീ ഇനി അടുത്തൊരു നിസ്കാരമില്ല എന്ന നിലക്ക് വേണം നിസ്കരിക്കാൻ, അവസാന നിസ്കാരമാണ് എന്ന നിലക്ക്. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിച്ചാൽ ഇബാദത്തുകൾക്ക് ഒരു ഉന്മേഷം ഉണ്ടാകും. ഈ 3 കാര്യങ്ങൾ അവന്റെ നേട്ടമായി ഉണ്ടാകുമെന്ന് യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് പറയുകയാണ്. സഹോദരങ്ങളെ, മരണം എന്നുള്ളത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ എത്രയോ ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കാരണം മനുഷ്യൻ മറന്നുപോകും. ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇത്രയും ഉറപ്പുള്ള കാര്യമായിട്ടും മനുഷ്യൻ ഇത്രയും അശ്രദ്ധയിലാകുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് മരണമാണ്. മനുഷ്യന്റെ മേലെ അത്രയും ഉറപ്പുള്ള കാര്യമായിട്ടും അവൻ അത്രത്തോളം അശ്രദ്ധമാകുന്ന, ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് മരണമാണ് എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. നാം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും ധാരാളമുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ ക്രോഡീകരിച്ച ചില ഗ്രന്ഥങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാബികളും സലഫുസ് സ്വാലിഹീങ്ങളും അടങ്ങിയിട്ടുള്ള താബീങ്ങളും തബഅത്താബീങ്ങളും അടങ്ങിയിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ, ദീനിന്റെ ഏത് വിഷയത്തിലും നാം മാതൃകയാക്കുന്ന ആളുകൾ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ പഠിക്കുന്നത്? സഹാബികൾ എങ്ങനെയാണ് വിശ്വസിച്ചത് അങ്ങനെയാണ്. നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് കണ്ടും കേട്ടും ദീന് പഠിച്ച സഹാബികൾ അള്ളാഹുവിനെ ആരാധിച്ചതുപോലെയാണ് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ സ്വഭാവവും സംസ്കാരവും എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? അവരെ പോലെയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മുടെ മാതൃക അവരാണ്. അവരുടെ വാക്കുകൾ അത് ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യഥാർത്ഥ ഫഹ്മോടുകൂടിയുള്ള വാചകങ്ങളാണ് അവരുടെ ഓരോ വാക്കുകളും. അസ്റുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. അതിന്റെ അകത്തുള്ള ഹിക്മത്ത്, അതിന്റെ അകത്തുള്ള ആശയം വളരെ അത്ഭുതകരമായി തോന്നാറുമുണ്ട്. എന്നാൽ ഈ സലഫുകൾ, സഹാബികളും സലഫുകളുമെല്ലാം അവരുടെ മരണസമയത്ത് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അഥവാ മരണം അടുത്തിട്ടുള്ള പ്രായാധിക്യത്തിലാവട്ടെ അല്ലെങ്കിൽ മരണം ഉറപ്പായ സമയത്ത് അവർ പറഞ്ഞ വാക്കുകൾ പ്രത്യേകം പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇബ്നു ജൗസി റഹിമഹുള്ളാഹ് അസ്സബാതു ഇൻദൽ മമാറ്റ് എന്ന പേരിൽ സഹാബികളുടെയും സലഫുകളുടെയും മരണസമയത്തെ അവരുടെ വാക്കുകൾ മാത്രം ക്രോഡീകരിച്ച കിതാബ് കാണാം. അതുപോലെ ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ മുഹ്തവരീൻ എന്ന പേരിൽ മരണസമയത്ത് സലഫുകൾ പറഞ്ഞ വാക്കുകളെ ക്രോഡീകരിച്ചത് കാണാം.
ആ കിതാബുകളിൽ നിന്ന്, അതുപോലെയുള്ള സലഫുകൾ അസറുകൾ ക്രോഡീകരിച്ച കിതാബുകളിൽ നിന്ന്, അത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരുപാട് സഹാബികളുടെയും സലഫുകളുടെയും ഈ മരണസമയത്തുള്ള വാക്കുകൾ ക്രോഡീകരിച്ചുള്ള കിതാബുകളാണ്. അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ചുരുക്കം ചില വാക്കുകൾ, പ്രത്യേകിച്ചും സഹാബികളിൽ വളരെ ശ്രേഷ്ഠരായ സഹാബികൾ, അവർ അവരുടെ മരണസമയത്ത് പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ മരണ സന്ദർഭത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളാണ് ഈ കിതാബുകളിൽ നിന്നെടുത്ത് നാം വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അവരുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബികൾ അവർ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളാണ്. സ്വർഗത്തിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ആ ആളുകൾ അവരുടെ മരണസമയത്ത് ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മരണത്തിനു വേണ്ടി നാം എന്താണ് ഒരുക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്താണ് എന്ന് ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബികളിൽ ശ്രേഷ്ഠനാണ്. ഹദീസ് പഠിക്കാൻ വേണ്ടി ജീവിതത്തിലെ മറ്റെല്ലാ തിരക്കുകളും ഒഴിച്ചുവെച്ച സഹാബിയാണ്. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേര്? ആർക്കാണ് അറിയാം? ശരിക്കുള്ള പേരെന്താ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. വേറെയും ചില പേരുകൾ അഭിപ്രായത്തിൽ വന്നിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണസമയത്ത്, അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം കരയാണ്, മരണം അടുത്തിട്ടുള്ള ആ സമയത്ത്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, മാ യുബ്കീക്, എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്, എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ കരയുന്നത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല ബുഅദുൽ മഫാസ, എനിക്ക് പോകാനുള്ള, എത്തിച്ചേരാനുള്ള സ്ഥലം അതൊരുപാട് വിദൂരമാണ്. അഥവാ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഖബറുണ്ട്, ബർസഖിയായ ജീവിതമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, വിചാരണയുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, ഹൗദുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ആ യാത്രയുടെ അവസാനമുള്ളത്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. വഖില്ലത്തുസ്സാദ്, എന്റെ പാതേയം, യാത്രക്കാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കുറവാണ്, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. വാഖബത്തുൻ കഊദുൻ, വളരെ ബുദ്ധിമുട്ടുള്ള ഞെരുക്കമുള്ള കയറ്റമാണ് എനിക്ക് കയറാനുള്ളത്. അഥവാ യാത്ര അത്രത്തോളം ബുദ്ധിമുട്ടും ഞെരുക്കമുള്ളതാണ്. വൽമിഹ്ബതു മിൻഹാ ഇലൽ ജന്നതി ഔ നാർ, ആ കയറ്റം കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങാനുള്ള സ്ഥലം ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ. നമ്മൾ ആലോചിച്ചു നോക്കണം, അവിടുത്തെ ജീവിതം എല്ലാം സുഖസൗകര്യങ്ങളും മാറ്റിവെച്ച് ഹദീസ് പഠിക്കാൻ വേണ്ടി മാറ്റിയെന്ന സഹാബിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പട്ടിണി കാരണത്താൽ മസ്ജിദിന്റെ ആ കയറുന്ന ഭാഗത്തും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുമെല്ലാം ബോധം നഷ്ടപ്പെട്ട് വീണുപോകാറുള്ള സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ സഹാബി മരണസമയത്ത് പരലോകത്തെ യാത്രയെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞിരുന്ന സന്ദർഭം ആ മരണസമയത്ത് പറഞ്ഞ വാക്കുകളാണിത്. മറ്റൊരു സഹാബി, ശ്രേഷ്ഠനായിട്ടുള്ള സഹാബിയാണ് അബൂ മസ്ഊദ് അൽ അൻസാരി. ഇബ്നു മസ്ഊദ് അല്ല, അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, മാദാ ഖാല ഹുദൈഫ ഇൻദ മൗതിഹി. ഹുദൈഫ റളിയല്ലാഹു അൻഹു വളരെ ശ്രേഷ്ഠനായിട്ടുള്ള സാഹിബുസ് സിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്ന, മുനാഫിഖീങ്ങളുടെ പേരുകൾ പറഞ്ഞു കൊടുത്തിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്ന സഹാബിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു മരണസമയത്ത് എന്താണ് പറഞ്ഞിരുന്നത് എന്ന് അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലമ്മാ കാന ഇൻദ സഹർ, അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിട്ട് മരണത്തിനോടടുത്ത് പ്രഭാതമാകുന്ന രാത്രിയിൽ, പ്രഭാതമാകുന്ന സമയമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങി, അഊദു ബില്ലാഹി മിൻ സബാഹിൻ ഇലന്നാർ, നരകത്തിലേക്കാകുന്ന ഒരു പ്രഭാതത്തിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. അഥവാ രാത്രിയായിട്ടുണ്ട്, സഹറാന ഫജ്റിന് മുമ്പുള്ള സമയം. ആ സമയത്ത് എത്തിയപ്പോൾ പറഞ്ഞു, പ്രഭാതം നരകത്തിലാകുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു, അഥവാ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലാകുന്നതിനെ തൊട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇശ്തറൂ ലീ സൗബൈനി അബിയദൈൻ, എനിക്ക് വേണ്ടി നിങ്ങൾ 2 വെള്ള തുണികൾ വാങ്ങണം. അഥവാ കഫൻ തുണിയായിട്ട് ജനാസ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 3 എണ്ണമാണ് സുന്നത്ത്, 2 ആയാലും 1 ആയാലും ആ രീതി കഫൻ ചെയ്യൽ പൂർണ്ണമാകും. 2 എണ്ണം വാങ്ങണം. فإنهما لن يتركا علي إلا قليلا حتى أبدل بهما خيرا منهما. ആ 2 തുണി
എന്നിൽ കുറച്ചു നേരം മാത്രമേ എന്റെ ഒപ്പം ഉണ്ടാവുള്ളൂ, കുറച്ചു കാലത്തേക്ക് എന്റെ ഒപ്പം ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ അതിനേക്കാൾ ഖൈറായതുകൊണ്ട് അത് മാറ്റപ്പെടും, ഔ ഉസ്ലിബഹുമാ സലബൻ ഖബീഹൻ, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അത് എന്നിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്യും. അഥവാ മരണശേഷം ഒന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കൊണ്ട് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ, സ്വർഗീയ വസ്ത്രങ്ങൾ ലഭിക്കും, അതല്ലെങ്കിൽ നരകീയ വസ്ത്രങ്ങളിലേക്ക് മോശപ്പെട്ട രീതിയിൽ അത് ഒഴിവാക്കി പോവുകയും ചെയ്യും എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള കാര്യം, ഇത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. അവരേതുപോലെ ദീനിൽ ത്യാഗം സഹിച്ച, അവരെപ്പോലെ അള്ളാഹുവിനോട് ഇഖ്ലാസും സിദ്ഖും കാണിച്ച ഒരു സമൂഹം പിന്നെ ഉണ്ടായിട്ടില്ല. അവർക്ക് മരണസമയത്ത് ഉണ്ടായിരുന്ന ഭയവും ആ വാക്കുകളുമാണ് ഈ പറയുന്നത്. നമ്മൾ മരണത്തെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും നമ്മോട് ആലോചിക്കണം. ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഓർമ്മപ്പെടുത്തട്ടെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോഴെങ്കിലും നാം ഒന്ന് ആലോചിക്കണം, എന്റെ മരണം എന്തായിരിക്കും, അല്ലെങ്കിൽ മരണം എനിക്ക് ഇന്ന് സംഭവിച്ചാൽ നാളെ രാവിലെ ഞാൻ ഖബറിലാണ് എങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നുള്ള ചിന്ത ഇല്ലാതെ ഒരു രാത്രിയും നമ്മിൽ കടന്നു പോകരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം, നബിമാർക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ വ്യക്തിയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാൻ തുടങ്ങി, വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. സൂറത്തുൽ ഖാഫിലെ ആയത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. മരണമതാ എല്ലാവിധ യാഥാർത്ഥ്യം കൊണ്ട് മരണവേദന വന്നെത്തുന്നു, മരണവേദന ആ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുതരുന്നു. ദാലിക മാ കുൻത മിൻഹു തഹീദ്, നീ ഓടി രക്ഷപ്പെടുന്ന, നീ ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഒരു കാര്യം അതാ വന്നെത്തിയിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മകളായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അവിടെ, ആയിഷ റളിയല്ലാഹു അൻഹയോടും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകളോടുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണസമയത്ത് പറയുകയാണ്, ഉൻദുറു സൗബൈ ഹാദൈൻ, ഇതാ എന്റെ ഈ രണ്ട് വസ്ത്രം, വെള്ള വസ്ത്രം നീ നോക്കണം. ഫഗ്സിലൂഹുമാ വകഫിനൂനി ഫീഹിമാ, നിങ്ങൾ അത് കഴുകിയിട്ട് ആ രണ്ട് വസ്ത്രത്തിൽ എന്നെ കഫൻ പൊതിഞ്ഞാൽ മതി. ഫഇന്നൽ ഹയ്യ ഔലാ ബിൽ ജദീദ് മിനൽ മയ്യിത്ത്, പുതിയ തുണി കൊണ്ട് ആ പൊതിയുക എന്നുള്ളത്, അല്ലെങ്കിൽ പുതിയ തുണി എന്നുള്ളത് ജീവനുള്ള ആളുകൾക്കാണ് നല്ലത് മരിച്ച ആളെക്കാളും. അഥവാ മരിക്കുമ്പോ കഫൻ ചെയ്യാൻ വേണ്ടി പുതിയ തുണി വാങ്ങേണ്ട, എന്റെ ഈ ഉള്ള രണ്ട് തുണി കഴുകിയിട്ട് അതിൽ കഫൻ ചെയ്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ മരണം അടുത്ത സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഊസീക ബിവസിയ്യത്തിൻ, ഞാൻ നിനക്കൊരു വസിയ്യത്ത് നൽകുകയാണ്. ഇൻ അൻത ഖബിൽത അന്നി, നീ എന്നിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇന്ന ലില്ലാഹി അസ്സ വജൽ ഹഖ്ഖൻ ബില്ലൈലി ലാ യഖ്ബിലുഹു ബിന്നഹാർ, അല്ലാഹുവിന് രാത്രിയിൽ വീട്ടിക്കൊടുക്കേണ്ട ചില അവകാശങ്ങളുണ്ട്, അത് പകലിൽ സ്വീകരിക്കുകയില്ല. അഥവാ രാത്രിയിൽ നിർവഹിക്കേണ്ട ചില ഇബാദത്തുകൾ, രാത്രി നിസ്കാരം പോലെ അല്ലെ അതുപോലെയുള്ള കാര്യങ്ങൾ, അത് പകലിൽ സ്വീകരിക്കില്ല, രാത്രിയിൽ ചെയ്യേണ്ടതാണ്. പകലിൽ രാത്രി നിസ്കാരം നിർവഹിക്കാൻ പറ്റൂല. വഇന്ന ലില്ലാഹി ഹഖ്ഖൻ ബിന്നഹാർ ലാ യഖ്ബിലുഹു ഇല്ലാ ബില്ലൈൽ, അള്ളാഹുവിന് വീട്ടിക്കൊടുക്കേണ്ട, പകലിൽ വീട്ടിക്കൊടുക്കേണ്ട ചില ഹക്കുകളുണ്ട്, അത് രാത്രിയിൽ വീട്ടാൻ പറ്റില്ല. 5 വക്ത് നിസ്കാരം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, നോമ്പ് അതുപോലെയുള്ളത് രാത്രി നിർവഹിച്ചാൽ കാര്യമില്ല. വഇന്നഹു ലാ യഖ്ബിലു അൻ-നാഫില ഹത്താ തുഅദ്ദ അൽ-ഫരീള, അല്ലാഹു തആല ഫർള് നിർവഹിക്കാതെ ഒരാളിൽ നിന്ന് സുന്നത്ത് സ്വീകരിക്കുകയില്ല. അത് അറിയപ്പെട്ട ദീനിലൊരു ഖായിദയാണ്. ഒരാൾ രാത്രി മുഴുവൻ നിസ്കരിച്ചു, നിർബന്ധമായ 5 വക്ത് നിസ്കരിക്കുന്നില്ല എങ്കിൽ അയാളുടെ ആ രാത്രി നിസ്കാരം സ്വീകരിക്കില്ല. ഫർള് നിർവഹിച്ചാൽ മാത്രമേ സുന്നത്തായ ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് പറഞ്ഞു, വഇന്നമാ സഖലത് മവാസീനു മൻ സഖലത് മവാസീനുഹു ഫിൽ ആഖിറ ബിഇത്തിബാഇഹിൽ ഹഖ് ഫിദ് ദുനിയ, നാളെ പരലോകത്ത് ഒരാളുടെ മീസാൻ കനം തൂങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ കനം തൂങ്ങുന്നത് അവൻ ദുനിയാവിൽ ഹഖിനെ പിൻപറ്റിയത് കൊണ്ടാണ്. വസഖലത് ദാലിക അലൈഹിം, അത് അവന് ഏറ്റവും കനം തൂങ്ങുന്ന അവസ്ഥയിലുണ്ടാകും. وحق لميزان يوضع فيه الحق أن يكون ثقيلا, ഹക്കിനെ പിൻപറ്റിയ ആളുകൾ ആ ഹക്ക് കൊണ്ട് മീസാൻ തീർച്ചയായും കനം തൂങ്ങുന്നതുമാണ്. وإنما خفت موازين من خفت موازينه في الآخرة باتباعهم الباطل, ഒരാളുടെ മീസാൻ പരലോകത്ത് കനം കുറഞ്ഞതാകണമെങ്കിൽ അതിനുള്ള കാരണം ദുനിയാവിൽ അവൻ ബാത്തിലിനെ പിൻപറ്റിയത് കൊണ്ടാണ്.
وخفته عليهم في الدنيا وحق لميزان أن يوضع فيه الباطل أن يكون خفيفا. അവൻ ആ ബാത്തിൽ എന്നുള്ളത് ദുനിയാവിൽ അവൻ എളുപ്പമായിരുന്നു, അതുകൊണ്ട് നിസ്സാരമായിരുന്നു, അതുകൊണ്ട് തന്നെ പരലോകത്തും അത് കനം കുറഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണസമയത്ത് വസിയത്ത് നൽകുകയാണ്. അഥവാ ഹഖായിട്ടുള്ള ദീനിന്റെ യഥാർത്ഥ വശത്തിൽ മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പരലോകത്ത് കനം തൂങ്ങാൻ കാരണമാകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മരണത്തിന് ആ കുത്തേറ്റ സമയത്ത് കുറച്ച് ദിവസങ്ങൾ വയ്യാതെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. അഥവാ ഫജ്ർ സമയത്ത് അബുൽ അൽ മജൂസി കുത്തുകയും അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ ജീവിച്ചിട്ടാണ് വയ്യാതെ കടന്നിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അങ്ങനെ മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അസ്ലംത ഹീന കഫറ അന്നാസ്. ജനങ്ങൾ നിഷേധിച്ച സമയത്ത് നിങ്ങൾ വിശ്വസിച്ചു. വജാഹദ്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖദലഹു അന്നാസ്. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈവിട്ട സമയത്ത് താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജിഹാദ് ചെയ്തു. വഖുതിൽത ഷഹീദൻ വലം യഖ്തലിഫ് അലൈക ഇസ്നാൻ. നിങ്ങൾ ഇതാ ഷഹീദായിക്കൊണ്ടാണ് കൊല്ലപ്പെടുന്ന അവസ്ഥയിലായിട്ടുള്ളത്. നിങ്ങൾക്കെതിരായിക്കൊണ്ട് രണ്ടാൾ പോലും നിന്നിട്ടില്ല. അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിനെതിരായിട്ട് ആളുകൾ നിന്നിട്ടില്ല. വതൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അൻക റാദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതാണെങ്കിലോ നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ് മരണപ്പെട്ടതും. അതായത് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ നല്ല അവസ്ഥയിലാണ് മരിക്കുന്നത് എന്ന നിലക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വയ്യാതെ കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അഇദ് മഖാലതക്. നീ ഒന്നുകൂടി പറയാൻ പറഞ്ഞു, ശരിക്കും കേട്ടില്ല. ഫഅദ അലൈഹി. ഇബ്നു അബ്ബാസ് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മഗ്റൂറു മൻ ഗറർതുമൂഹു. നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്ന അല്ലെങ്കിൽ വഞ്ചനയിലാക്കുന്ന ആളുകളാണ് വഞ്ചിക്കപ്പെട്ടവർ. അഥവാ ചെയ്ത അമലിൽ എല്ലാവിധ പ്രതീക്ഷയും പൂർണ്ണമായി വെച്ചിട്ട് ഒരു പേടിയില്ലാതെ ജീവിക്കുന്ന ആളുകൾ, ഗുറൂറിലായവർ. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ആളുകൾ അങ്ങനെയാകും. വല്ലാഹി ലൗ അന്ന ലീ മാ തലഅത് അലൈഹി അശ്ശംസു ഔ ഗറബത് ലഫ്തദൈതു ബിഹി മിൻ ഹൗലിൽ മത്ലഅ. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിൽ ഉണ്ടാകുന്ന ഭയാനകമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സൂര്യൻ ഉദിക്കുന്നതോ അസ്തമിക്കുന്നതോ ആയ എല്ലാം പകരം നൽകിയിട്ടാണെങ്കിലും ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അഥവാ ഈ ദുനിയാവ് മൊത്തം കൊടുത്തിട്ടാണെങ്കിലും പരലോകത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കൊതിക്കുമായിരുന്നു എന്ന് മരണസമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, സ്വർഗാവകാശിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് സമാധാനിക്കാം. പോരാത്തതിന് ഒരു സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബി വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ് തന്റെ ജീവിതത്തിൽ താൻ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങൾ. അത്രയുമൊക്കെ ഉണ്ടായിട്ടും പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണശേഷം ഉള്ള ജീവിതത്തെക്കുറിച്ച് ഇത്ര ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ ശരിക്കും ഗുറൂറിലല്ലേ എന്നുള്ളത്, നമ്മൾ ശരിക്കും എന്തോ ഒരു കബളിപ്പിക്കലിൽ പെട്ടുപോയതല്ലേ എന്നുള്ളത്. ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ കുഴപ്പമില്ല, നല്ല അവസ്ഥയിലാണെന്നൊക്കെ തോന്നും. അൽഹംദുലില്ലാഹ് ഖൈറാണ് ഒരു വശത്തിൽ. പക്ഷേ അതിൽ വഞ്ചനയിൽ അകപ്പെടുമ്പോ നമ്മൾ അതൊക്കെ ആലോചിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബറിന്റെ അടുക്കൽ എത്തിയാൽ കരയുകയാണ്. ഖബർ കാണുമ്പോൾ കരയുകയാണ്. നമ്മൾക്ക് എന്തുകൊണ്ടാണ് കരച്ചിൽ വരാത്തത്? ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്തോ ഒരു കാര്യം അവർ മനസ്സിലാക്കിയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ കാണാം. മകനാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, كان رأس عمر على فخذي في مرضه الذي مات فيه. അവിടുന്ന് മരിക്കുന്ന ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തല എന്റെ തുടയിലാണ്. മകൻ പറയാണ്, എന്റെ മടിയിലാണ് കിടക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ കിടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ضع رأسي على الأرض. എന്റെ തല ഭൂമിയിൽ വെക്കണം പറഞ്ഞു, നിലത്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ അലൈക കാന അലൽ അർദി ഔ കാന അലാ ഫഖദി. എന്താ ഉപ്പ നിങ്ങൾക്ക് നിലത്തായാലും എന്റെ മടിയിലായാലും എന്താ പ്രശ്നമൊന്നുമില്ല, അതവിടെ ഇന്നോട്ടെ എന്ന് എനിക്ക് പറഞ്ഞു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഉമ്മ ലക് ദഅഹു അലൽ അർദ്. ഒന്നുകൂടി ഗൗരവത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ തല നിലത്ത് വെക്കാൻ പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫവഅതുഹു അലൽ അർദ്. ഞാൻ അങ്ങനെ നിലത്ത് വെച്ചു.
എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിലത്ത് കടന്നുകൊണ്ട് മരിക്കാനായിട്ടുള്ള ആ സമയത്ത് നിലത്ത് തലവെച്ചുകൊണ്ട് പറയാണ് വൈലി വൈലി ഉമ്മി. ഒരു താക്കീതായിട്ട് ഗൗരവമുള്ള ഒരു കാര്യം പറയാണ് അറബിയിൽ. ഇല്ലം യർഹംനി റബ്ബി അസ്സ വജൽ, എനിക്ക് നാശമായിരിക്കും എന്റെ റബ്ബ് എന്നോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ, എന്റെ റബ്ബ് എന്നോട് കാരുണ്യം കാട്ടിയില്ലെങ്കിൽ എനിക്ക് നാശമായിരിക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലത്ത് തലവെച്ചുകൊണ്ട് ഭൂമിയിൽ കടന്നുകൊണ്ട് പറയുന്ന വാക്കാണത് മരണസമയത്ത്. അപ്പോ നമ്മുടെ മരണസമയത്ത് നാം എന്ത് വാക്കാണ് പറയുക? അത്രയും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മാത്രമേ ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ, രാവും പകലും രഹസ്യത്തിലും പരസ്യത്തിലും പാപങ്ങൾ സംഭവിച്ചു പോകുന്ന, അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം പുറത്തു കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന, നമുക്കുള്ളതെല്ലാം എന്നും നിലനിൽക്കുമെന്നുള്ള ധാരണയിൽ മുന്നോട്ടു പോകുന്ന, മരണം വിദൂരമാണ് എന്ന് ചിന്തിച്ചു പോകുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം അത് വളരെയധികം മുസ്ലിമീങ്ങൾക്ക് വശമുണ്ടാക്കുന്ന ഒരു മരണമാണ്. അമീറുൽ മുഅ്മിനീൻ ആയിരിക്കുന്ന, ഖലീഫയായിരിക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളിൽ വിപ്ലവകാരിയായിട്ടുള്ള ആളുകൾ വീട് വളഞ്ഞ് വെള്ളം പോലും കുടിക്കാൻ ലഭിക്കാതെ കുറെ ദിവസം വീട് വളഞ്ഞ് അവസാനം വധിക്കുന്ന സന്ദർഭത്തിൽ രക്തം വാർന്നൊലിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മേലെ ഇരുന്ന് 6-9 കുത്തുകൾ കഴുത്തിലും നെഞ്ചിലുമായിട്ട് കുത്തിയിട്ട് താടിയിലൂടെയും ശരീരത്തിലൂടെയും രക്തം വാർന്നൊലിക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ദഅവത്ത് ദുന്നൂൻ, യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ദുആ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്തഅദീക വഅസ്തഈനുക അലാ ജമീഇ ഉമൂരി വഅസ്അലുക അസ്സബ്റ അലാ ബലിയതി. അല്ലാഹുവേ, ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, ഞാൻ നിന്നോട് സഹായം തേടുകയാണ് എന്റെ എല്ലാ കാര്യത്തിന്റെയും മേലെ. ഞാനിതാ എനിക്ക് ബാധിച്ച ഈ ഒരു പരീക്ഷണത്തിൽ ഞാൻ നിന്നോട് ക്ഷമയെ ചോദിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം വഫാത്തായി, ഷഹീദായി. അങ്ങനെ ഷഹീദായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ അറകളും മറ്റുമെല്ലാം തുറക്കുന്ന സമയത്ത് പൂട്ടിയിട്ടിട്ടുള്ള ഒരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അറയും മറ്റും പരിശോധിച്ച സമയത്ത് പൂട്ടിയിട്ടതായിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അത് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു എഴുത്തുണ്ട്. ആ എഴുത്തിന്റെ മുകളിലായിക്കൊണ്ട് ഹാദിഹി വസിയ്യത്തു ഉസ്മാൻ, ഇത് ഉസ്മാനിന്റെ വസിയ്യത്താണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇതാ ഷഹാദത്ത് ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലും. വഅന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗ്ഗം ഹഖാണ് എന്നുള്ളതിൽ. വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നതിലും. ലാ റൈബ ഫീഹ്, അതിലൊരു സംശയവുമില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു തആല വാഗ്ദാനം ലംഘിക്കുക തന്നെയില്ല. എന്നിട്ട് പറഞ്ഞു, അലൈഹ യഹ്യ, ഈ ഒരു വിശ്വാസത്തിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ജീവിച്ചത്. വഅലൈഹ യമൂത്, അതിന്റെ മേലെയാണ് മരണപ്പെടുന്നത്. വഅലൈഹ യുബ്അസു ഇൻഷാ അല്ലാഹ്, അതിന്റെ മേലായിരിക്കും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടുത്ത വസിയ്യത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണസമയത്ത് പറഞ്ഞ വാക്കുകൾ ആലോചിച്ച് നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന, അത്രയധികം വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച, പരീക്ഷണം സഹിച്ചിട്ടുള്ള ഒരു മരണമായിരുന്നു. അടുത്ത 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയം അദ്ദേഹത്തിന്റെ വാക്കുകൾ, അലി റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ നിസ്കാരത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഖവാരിജുകളിൽ തൊട്ട് അക്രമമേറ്റ് വെട്ടേറ്റുകൊണ്ടാണ് മരണപ്പെടുന്നത്. അങ്ങനെ വെട്ടേറ്റ് കിടക്കുന്ന ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഫഅല ബിദ്വാരിബി, എന്നെ വെട്ടിയവൻ എവിടെയാണ്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഖാരിജിയാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടുന്നത്. അബ്ദുറഹ്മാൻ മുൽജിമിന്റെ ചരിത്രം അറിയോ? ഖുർആനിൽ വലിയ അറിവുള്ള ആളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കൂഫയിലേക്കും മറ്റും ഖുർആൻ പഠിപ്പിക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞപ്പോൾ 2-3 രീതിയിൽ റിവായത്തുണ്ട്. അബ്ദുറഹ്മാൻ മുൽജിമിനെ പറഞ്ഞയച്ചു. വേറെ ചില റിവായത്തിൽ ഖുർആൻ പഠിപ്പിക്കാൻ അവിടെ ആൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ മസ്ജിദിന്റെ അടുത്ത് താമസമാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. പക്ഷെ ദീന്
ഖുർആനിലുള്ള കാര്യം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, ഖാരിജിയായി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്ന സംഭവം. അപ്പൊ എന്നെ വെട്ടിയവന് എന്താ ചെയ്ത് ചോദിച്ചു. ഖാലു അഖദ്നാഹു. അപ്പൊ ആളുകൾ പറഞ്ഞു അവനെ പിടികൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്ഇമൂഹു മിൻ തആമി, എന്റെ ഭക്ഷണത്തിൽ നിന്ന് അവന് ഭക്ഷണം കൊടുക്കണം. വസ്ഖൂഹു മിൻ ശറാബി, എന്റെ പാനീയങ്ങളിൽ നിന്ന് അവന് കുടിക്കാനും കൊടുക്കണം. തടവിലാക്കപ്പെട്ടിട്ടുള്ള തന്നെ വെട്ടിയ ആളപ്പോട് പറയാണ്, എന്റെ ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കണം, വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിപ്പിക്കണം. ഫൈൻ അന ഇശ്തു റഅയ്തു ഫീ റഅയി, ഞാൻ ജീവിക്കുകയാണെങ്കിൽ, ഞാൻ മരിക്കാതെ ജീവിതം തിരിച്ചു കിട്ടുകയാണെങ്കിൽ, മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയാം, എനിക്ക് അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. വൈൻ അന മിച്ചു, അതല്ല ഞാൻ ഈ വെട്ടിൽ മരണപ്പെടുകയാണ് എങ്കിൽ ഫദ്രിബൂഹു ദർബതൻ വാഹിദതൻ ലാ തസീദൂഹു അലൈഹാ, അവരെ ഒരു വെട്ടിൽ നിങ്ങൾ അവനെ വധിച്ചു കളയണം. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ചു ശിക്ഷ നടപ്പിലാക്കാം, പക്ഷെ ഒരു വെട്ടിൽ നിങ്ങൾ അവനെ വധിച്ചു കളയണം, അല്ലാതെ കൂടുതലായിട്ട് അവനെ വെട്ടി ഉപദ്രവിക്കരുത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ثم اوصى الحسن ان يغسله, എന്നിട്ട് മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ മയ്യിത്ത് നീ കുളിപ്പിക്കണം. എന്നിട്ട് പറഞ്ഞു, ലാ തുഗാലി ഫിൽ കഫൻ, എന്റെ കഫൻ തുണി മുന്തിയ വില കൂടിയതൊന്നും വാങ്ങരുത്. ഫൈന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തുഗാലു ഫിൽ കഫൻ ഫൈന്നഹു യസ്ലിബു സലമൻ സരീഅ, ഈ കഫൻ തുണിയിൽ മുന്തിയ വില കൂടിയതൊന്നും നിങ്ങൾ വാങ്ങരുത്, അത് പെട്ടെന്ന് ദ്രവിച്ചു പോകാനുള്ളതാണ് എന്ന്. കഫൻ തുണി വാങ്ങുമ്പോൾ ഒരു മിതത്വമായിട്ടുള്ളത് വാങ്ങിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്. വില കൂടിയ മുന്തിയ തുണിയിൽ കഫൻ ചെയ്യരുത്, പെട്ടെന്ന് ദ്രവിച്ചു പോകാനുള്ളതാണ്. അതുപോലെ തന്നെ വീണ്ടും വസിയത്ത് ചെയ്തു അലി റളിയല്ലാഹു അൻഹു, ഇംശൂ ബി ബൈനൽ മശ്യതൈനി ലാ തുസ്രിഊ ബി വലാ തുബ്തിഊ, എന്റെ ഈ ജനാസ കൊണ്ടുപോകുമ്പോൾ, എന്റെ മയ്യത്ത് മറമാടാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിലും പോകരുത്, വളരെ പതുക്കെയും പോകരുത്, അതിന്റെ ഇടയിലുള്ള ഒരു നടത്തമായിരിക്കണം. ഫൈൻ കാന ഖൈറൻ അജ്ജിൽതുമൂനി ഇലൈഹി, എനിക്ക് ഖൈറാണെങ്കിൽ അതെനിക്ക് വേഗം എത്തുന്ന ഒരു അവസ്ഥയായിരിക്കും. വൈൻ കാന ശർറൻ, എനിക്ക് ഷർറാണെങ്കിൽ അൽഖൈതുമൂനി അൻ അക്താഫിക്കും, നിങ്ങളുടെ മുതുകിൽ നിന്ന് എന്നെ ഒഴിവാക്കാനും സാധിക്കും എന്ന് പറഞ്ഞു. അഥവാ ആ നടത്തം ഒരു മിതത്വം നിറഞ്ഞ രീതിയിൽ നടക്കണം എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ അലി റളിയല്ലാഹുവിന്റെ മരണസമയത്തുള്ള വാക്കുകളായിരുന്നു ഇത്. മറ്റൊരു സഹാബി ശ്രേഷ്ഠൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, വളരെ ശ്രേഷ്ഠനായിട്ടുള്ള സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിഅ്മർ റജുലു മുആദ് ഇബ്നു ജബൽ, എന്ത് നല്ല മനുഷ്യനാണ് മുആദ് ഇബ്നു ജബൽ എന്ന്. മറ്റൊരു റിവായത്തിൽ അർഹമുൻ നാസി ബി ഉമ്മത്തി അബൂബക്കർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്റെ ഉമ്മത്തിൽ ഏറ്റവും കാരുണ്യമുള്ളവൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞ് ഓരോ സഹാബികളുടെയും പ്രത്യേകത പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം മുആദ്, ഹലാലും ഹറാമും ഏറ്റവും കൃത്യമായി അറിയുന്നവൻ സഹാബികളിൽ മുആദ് റളിയല്ലാഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുആദ് റളിയല്ലാഹുവിന്റെ മരണസമയത്ത് കാണാൻ സാധിക്കും, വളരെയധികം മരണം അടുത്തു എന്നുള്ള സമയം എത്തിയപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ റബ്ബി ഇന്നനി കുൻതു അഖാഫുക, എന്റെ റബ്ബേ ഞാൻ നിന്നെ ഭയപ്പെട്ടിരുന്നു, ഞാൻ നിന്നെ ഭയപ്പെട്ടിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. വഅന അൽയൗമ അർജൂക്, ദാ ഈ ദിവസം എന്റെ മരണത്തിന്റെ സമയത്ത് ഞാൻ നിന്നിൽ പ്രതീക്ഷ വെക്കുകയാണ്, ഞാൻ നിന്നിൽ പ്രതീക്ഷ വെക്കുന്നു. അല്ലാഹുമ്മ ഇന്നക തഅലം, അല്ലാഹുവേ നിനക്കറിയാം, അന്നനി മാ കുൻതു ഉഹിബ്ബു ദുനിയ, ഞാൻ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നില്ല, അഥവാ മരണസമയത്ത് ഇനി എനിക്ക് ജീവിതം വേണം, ഈ ദുനിയാവ് വേണം എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനു വേണ്ടി? ലിജരിൽ അൻഹാർ വലാ ലിഗർസിൽ അശ്ജാർ, ഇവിടെയുള്ള ദുനിയാവിലുള്ള അരുവികളും വൃക്ഷങ്ങളും അതിലെ കായ്ക്കനികളും വിഭവങ്ങളും ആസ്വദിച്ചിട്ട് ഞാൻ ദുനിയാവ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ദുനിയാവ് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തിന്? വൈന്നമാ ലിദംഇൽ ഹവാജിർ, ചൂടുള്ള ദിവസത്തിൽ എനിക്ക് ഉണ്ടാകുന്ന ദാഹം, അതായത് ഐച്ഛികമായ നോമ്പ് നോൽക്കാൻ വേണ്ടി. വമുകാബദത്തുസ് സആത്ത്, ചില സമയങ്ങളിൽ ഉറക്കമൊഴിയാൻ വേണ്ടി, അഥവാ രാത്രി നിസ്കരിക്കാൻ വേണ്ടി. വമുസാഹമത്തുൽ ഉലമാഇ ബിർറക്ബി ഇൻദ ഹിൽഖിൽ ഇൽം, ഇൽമിന്റെ സദസ്സുകളിൽ പണ്ഡിതന്മാരുമായി ചേർന്നിരിക്കാനുള്ള യാത്രകൾക്ക് വേണ്ടി, ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നു ദുനിയാവ് എന്ന് പറഞ്ഞു. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ് ഉണ്ടായത്. നോക്കി ആ സ്വഹാബി മരണസമയത്ത് ദുനിയാവിലെ ജീവിതം കുറച്ച് ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ദുനിയാവിലെ ഐശ്വര്യമായ
നോമ്പും രാത്രി നിസ്കാരവും ഒക്കെ ഇൽമിന്റെ സദസ്സുകളും നഷ്ടപ്പെടുമല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ്. ഇതേ ആശയത്തിൽ ധാരാളം സലഫുകളിൽ നിന്ന് അസറുകൾ വന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട്, ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ദുനിയാവിൽ നഷ്ടപ്പെടുന്നത് എന്നുള്ള ദുഃഖം കാരണത്താൽ മരണസമയത്ത് കരഞ്ഞ സ്വഹാബികൾ ഉണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്താലോചിച്ചിട്ടാണ് മരണസമയത്ത് എന്തിനെ നഷ്ടപ്പെടുന്നു എന്ന് ആലോചിച്ചിട്ടാണ് മരണസമയത്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കുക. കാരണം അവർക്ക് വളരെയധികം ദുനിയാവിൽ പ്രിയപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുമായിരുന്നു. അടുത്ത സഹാബി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മരണം അടുത്ത സമയത്ത്, മരിക്കാനായി എന്നുള്ള സമയം എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നി വഹസ്നാഹ്, എന്തൊരു ദുഃഖമാണ് എന്ന് അറബിയിൽ നുദുബ എന്ന് പറയും, ദുഃഖം അറിയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. അങ്ങനെ പറഞ്ഞു. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു മരണവേദനയിൽ മുഖത്ത് ഒരു തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തുണി നീക്കിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, ലാ തഖൂലി വഹസ്നാഹ്, നീ ഇങ്ങനെ പറയില്ലേ, എന്തൊരു ദുഃഖമാണ് എന്ന നിലക്ക് പറയില്ലേ, വഖൂലി വഫർഹ, എന്തൊരു സന്തോഷമാണ് എന്ന നിലക്കാണ് നീ പറയേണ്ടത്. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഗദൻ നൽഖാ അൽ അഹിബ്ബ, എനിക്ക് പ്രിയപ്പെട്ട ആളുകളെ നാളെ ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ്. മുഹമ്മദൻ വസഹ്ബഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളായ അബൂബക്കർ, ഉമർ എന്നിവരൊക്കെ അടുക്കിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന നിലക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പറയാൻ. അവരുടെ പ്രതീക്ഷയാണ്. ഭയമുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, പ്രതീക്ഷയും അവരുടെ അവസാനത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് കാണാം. അതുപോലെ തന്നെ സ്വഹാബികളിൽ വളരെയധികം ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയായിരുന്നു അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഓരോ സ്വഹാബികളുടെ ജീവിതത്തിൽ അവരെങ്ങനെയാണ് ഈ ദീനിനെ കൊണ്ടു നടന്നത് എന്ന് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പാതയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റുള്ളൂ. നമ്മള് സലഫുകളുടെ സഹാബികളുടെ പാത പിൻപറ്റുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം അറിയാതെ പിന്നെ എങ്ങനെ അവരുടെ പാത പിൻപറ്റാൻ പറ്റുക? സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ അറിയണം. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഗഫാർ ഗോത്രത്തിൽ നിന്ന് വന്ന് ഒരുപാട് ത്യാഗവും കഷ്ടപ്പാടും സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇസ്ലാം സ്വീകരിച്ച് ഗഫാർ ഗോത്രത്തിൽ ദഅവത്ത് നടത്തി വളരെയധികം സാഹിദായിരുന്ന സഹാബിയായിരുന്നു. ദുനിയാവിനോട് വലിയ വിരക്തി കാണിച്ച സഹാബിയായിരുന്നു അബൂദർ അൽ ഗിഫാരി. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, സഹാബികൾക്ക് ഇടയിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു മസ്അല ആളുകൾക്കിടയിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹുവിന്റെ അഭിപ്രായം ചില പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥയിലെത്തി. അഥവാ അന്നന്നത്തെ ചെലവ് കഴിച്ച് എന്തെടുത്തു വെച്ചാലും അതൊക്കെ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് എന്ന നിലക്ക് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഖുർആനിൽ ഒരു ആയത്തിനെ വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് അങ്ങനെയായിരുന്നു. അത് മദീനയിൽ പറഞ്ഞു നടന്നപ്പോൾ അതൊരു ഫിത്നയാകുമെന്ന് തോന്നിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മദീനയിലെ പ്രാന്തപ്രദേശമായ റബ്ദ എന്ന പ്രദേശത്ത് താമസമാക്കി. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ മരണം ആസന്നമായ സമയത്ത് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹുവിന്റെ ഭാര്യ കരയുകയാണ്. അപ്പൊ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ യുബ്കീകി, എന്താണ് നിന്നെ കരയിപ്പിച്ചത്? നീ എന്തിനാണ് ഈ കരയുന്നത്? അപ്പൊ ഭാര്യ പറഞ്ഞു, وكيف لا أبكي وأنت تموت بأرض فلات وليس معنا ثوب يسعك كفنا. ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഇവിടെ ഒരാളും മനുഷ്യനും ഇല്ലാത്ത ആളുകൾ യാത്രക്ക് മാത്രം പോകുന്ന ഒരു പ്രദേശത്ത് ഒറ്റക്കാളുകൾ മരിക്കാൻ പോകുന്നത്. നിങ്ങളെ കഫൻ ചെയ്യാനുള്ള ഒരു തുണി പോലും നമ്മുടെ അടുക്കലില്ല. എങ്ങനെയാണ് ഞാൻ പിന്നെ കരയാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തബ്കി വഅബ്ശിരി ഫഖദ് സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലിനഫരിൻ അന മിൻഹും. നീ കരയണ്ട, എനിക്ക് സമാധാനത്തോടുകൂടി ഇരിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ കൂട്ടത്തിലുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ലയമൂതുന്ന റജുലുൻ മിൻകും ബിഫലാത്തി മിനൽ അർദ് യശ്ഹദുഹു ഉസാബത്തുൻ മിനൽ മുഅ്മിനീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെടും വിജനമായ ഒരു പ്രദേശത്ത് വെച്ച്. പക്ഷേ ഒരു കൂട്ടം മുഅ്മിനീങ്ങൾ അതിന്റെ ജനാസയിൽ സന്നിഹിതരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആ കൂട്ടത്തിൽ ഞാനുണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്റെ ഒപ്പമുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം അവരുടെ കുടുംബത്തിലും ജമാഅത്തിലുമായിട്ട് നാടുകളിൽ വെച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ മാത്രമേ അതിൽ ബാക്കിയുള്ളൂ, ഇനി ആരും ബാക്കിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ആരുണ്ടാവാനാണ്? ഹജ്ജിന്റെ യാത്രക്കാർ, ഹജ്ജിന്റെ കാലം കഴിഞ്ഞു, യാത്രക്കാരൊക്കെ തീർന്നുപോയി, വഴിയിൽ ആരും യാത്രക്കാരില്ലാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ പുറത്തു പോയി നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറയാണ്, ഞാൻ പുറത്തു പോയി നോക്കിയപ്പോൾ അതാ ഒരു കൂട്ടം ആളുകൾ വരുന്നു, ഒരു കൂട്ടം യാത്രക്കാർ വരുന്നു.
അപ്പോ ഈ ഭാര്യ എന്ത് ചെയ്തു? ഒരു തുണി ഇങ്ങനെ വീശി കാണിച്ചു. അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് തുണി വീശി കാണിച്ചു. അപ്പൊ ഈ കൂട്ടം ആളുകൾ വന്നിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു, മാ ലക്കിയ അമത്തല്ലാ, എന്താണ് നിനക്ക് സംഭവിച്ചത്? അള്ളാഹുവിന്റെ അടിമ പെണ്ണ എന്ന് നിലക്ക് ചോദിച്ചു. എന്താണ് പ്രശ്നം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഇവിടെ ഉണ്ട്, മരണപ്പെടാനായിട്ടുണ്ട്, കഫൻ ചെയ്യണം, കഫൻ ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആരാണത് എന്ന് ചോദിച്ചപ്പോൾ ആ ഭാര്യ പറഞ്ഞു, അബൂദർ റളിയല്ലാഹു ആണെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബികളും ഒക്കെ ഉണ്ട്. അപ്പൊ അബൂദർ റളിയല്ലാഹു ആണെന്ന് പറഞ്ഞു. അങ്ങനെ അബൂദർ റളിയല്ലാഹു അടുക്കൽ ചെല്ലുകയും, അബൂദർ റളിയല്ലാഹു അൻഹു, നിങ്ങളിൽ ആളുകളുടെ ഉത്തരവാദിത്തമുള്ള അമീറന്മാരോ ഗവർണർമാരോ അല്ലെങ്കിൽ നാടിന്റെ ഉത്തരവാദിത്തമോ അങ്ങനെയുള്ള ആളുകളുടെ അല്ലാതെ ഏതെങ്കിലും സാധാരണക്കാർ മാത്രം എന്നെ കഫൻ ചെയ്താൽ മതി, അവന്റെ തുണിയിൽ കഫൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ, അൻസാരിയായ ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രത്തിൽ കഫൻ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കാരം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഇമാം എന്നുകൊണ്ട് നിർവഹിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു സഹാബിയുടെ മരണമാണ് ഈ നിലയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്കുള്ള ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന്റെ മഹത്വം വളരെ വലുതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മരണസമയത്തുള്ള വാക്കുകളാണത്. മറ്റൊരു ശ്രേഷ്ഠനായ സഹാബിയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. അബൂദർദാ റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് ദീന് പഠിക്കാൻ വേണ്ടി, ഹദീസ് പഠിക്കാൻ വേണ്ടി അദ്ദേഹം കച്ചവടം മാറ്റിവെച്ച് അതിൽ മുഴുകിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണസമയം എത്തിയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അലാ റജുലുൻ യഅമലു ലിമിസ്ലി മസ്റഇ ഹാദാ, ആരെങ്കിലും ആളുകൾ എന്റെ ഈ ഒരു അവസ്ഥ, ഞാൻ അനുഭവിക്കുന്ന ഈ അവസ്ഥ പോലെയുള്ള ഒരു അവസ്ഥക്ക് വേണ്ടി പണിയെടുത്തിരുന്നെങ്കിൽ, അലാ റജുലുൻ യഅമലു ലിമിസ്ലി യൗമി ഹാദാ, എന്റെ ഈ ദിവസത്തിനെ പോലെ ദിവസത്തിന് വേണ്ടി പണിയെടുത്തിരുന്നെങ്കിൽ, അലാ റജുലുൻ യഅമലു ലിമിസ്ലി സാഅതി ഹാദാ, എന്റെ ഈ നിമിഷത്തിന്റെ പോലെ അവൻ ആ നിമിഷത്തിന് വേണ്ടി പണിയെടുത്തിരുന്നെങ്കിൽ എന്ന് മരണത്തെ കാണുന്ന സമയത്ത് പറയാണ്. ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോവുകയുണ്ടായി. അഥവാ മരണം ആസന്നമായ സമയത്ത് പറയാണ്, ആളുകൾ ഇതിനു വേണ്ടി പണിയെടുക്കട്ടെ എന്നുള്ളത്, ആളുകൾ ഇതിനു വേണ്ടി പരിശ്രമിക്കട്ടെ എന്നുള്ളത്. നാം ഗൗരവത്തിൽ ചിന്തിക്കണം, ഗൗരവത്തിൽ ചിന്തിക്കണം. മനുഷ്യൻ ഏറ്റവും ഉറപ്പുള്ളതും ഏറ്റവും മറക്കുന്നതുമായ കാര്യമാണ് അവന്റെ മരണം എന്നുള്ളത്. മറ്റൊരു സഹാബി, ശ്രേഷ്ഠനായ സഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഒരുപാട് ത്യാഗം സഹിച്ച് ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. സത്യാന്വേഷണം നടത്തി ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ് സൽമാനുൽ ഫാരിസി. അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈമാൻ എങ്ങാനും സുരയ്യയിലാണ് എങ്കിൽ, അഥവാ വിദൂരത്തുള്ള നക്ഷത്രമാണ് സുരയ്യ, അതിലാണെങ്കിലും ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോയി അത് നേടുന്നു. കാരണം അത്രയും ഈമാൻ നേടാൻ വേണ്ടി യാത്ര ചെയ്ത ത്യാഗം സഹിച്ച സഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം കരയുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയണമെന്ന് ചോദിച്ചു. എന്തിനാണ് കരയണമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ആഹിദ ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യകൂന സാദു അഹദിനാ കസാദിർ റാകിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട്, ഒരു യാത്രക്കാരന് ആവശ്യമായിട്ടുള്ള പാതയെ മതി നിങ്ങൾക്ക് ദുനിയാവിലെന്ന് പറഞ്ഞിട്ടുണ്ട്. വഹൗലി ഹാദിഹിൽ അസ്വാദ്, എന്റെ ചുറ്റുമാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്റെ ദുനിയാവിയായിട്ടുള്ള രൂപങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഉദ്ധരിച്ച ആളുകൾ പറയാണ്, അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്നത് ഇജ്ജാനത്തുൻ വജഫനത്തുൻ വമിത്ഹറത്തുൻ, ഒന്ന് വെള്ളം കുടിക്കാനുള്ള ഒരു പാത്രം, രണ്ട് ഭക്ഷണവും വെള്ളമൊക്കെ വെക്കാനുള്ള മറ്റൊരു പാത്രം, മൂന്നാമത്തേത് വുളു എടുക്കാൻ വെള്ളം വെക്കുന്ന മറ്റൊരു പാത്രം. ഇതേ ആ വീട്ടിലുണ്ടായിട്ടുള്ളൂ, ആ വീട്ടിൽ ഇതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിനെ പറ്റിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇത്ര ഗൗരവത്തിൽ ചിന്തിച്ചു പോകുന്നത്. നാം ഗൗരവത്തിൽ ആലോചിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ചിന്തിക്കേണ്ടത്, അതിന് പകരം നാം എന്ത് നന്ദി കാണിച്ചു. നമുക്ക് നല്ലൊരു സൗകര്യമുണ്ട് എങ്കിൽ അതില്ലാത്തവൻ കാണിക്കാത്ത എന്ത് നന്ദിയാണ് ഞാൻ അള്ളാഹുവിന് കാണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ അതില്ലാത്ത ഒരുവൻ ചെയ്യുന്നതിനേക്കാൾ എന്ത് നന്ദിയാണ് ഞാൻ കൂടുതൽ അള്ളാഹുവിന് കാണിച്ചിട്ടുള്ളത് എന്ന്. മറ്റൊരു ശ്രേഷ്ഠനായ സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ മരണം അടുത്ത സമയത്ത് മകനായ അബ്ദുറഹ്മാനിനെ വിളിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഇന്നി ഊസീക ബിഖംസി ഖിസാലിൻ, ഞാൻ നിന്നോട് 5 കാര്യങ്ങൾ ഉപദേശിക്കുകയാണ്, 5 കാര്യങ്ങളിൽ വസിയത്ത് നൽകുകയാണ് എന്ന് മകനെ വിളിച്ചു പറഞ്ഞു. വഹ്ഫദ്ഹുൻ അന്നി, എന്നിൽ നിന്ന് നീ അത് ഹിഫ്ളാക്കുക, നീ ഗൗരവത്തിൽ അത് ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നാമത്തെ പറഞ്ഞു, അദ്ഹറിൽ യഅ്സ ലിന്നാസ് ഫഇന്ന ദാലിക ഗിനൻ ഫാദിലുൻ,
ജനങ്ങളെ തൊട്ട് നീ ജനങ്ങളുടെ വിഷയത്തിൽ നീ എന്താവുക, നിരാശരാവുക. അഥവാ അവരുടെ എന്തെങ്കിലും കിട്ടിയിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അവരുടെ ഔദാര്യം ലഭിച്ചിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു ആവശ്യം നിനക്ക് വേണ്ട. ജനങ്ങളെ തൊട്ട് നീ നിരാശപ്പെടുക. അത് നിനക്ക് ഹിനയാണ്, നിനക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഐശ്വര്യമാണത്. നിന്റെ ആവശ്യങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്ന യാചിക്കുന്ന അവസ്ഥ അത് ഒഴിവാക്കുക, അത് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു. ജനങ്ങളോട് യാചിക്കുന്ന അവസ്ഥ ഒഴിവാക്കുക, അത് ദാരിദ്ര്യമാണ്. നാളെ നീ ഇന്ന് ചെയ്ത ഒരു കാര്യത്തിന്റെ മേലെ നാളെ ഒരു ഒഴികഴിവ് പറയേണ്ടി വരും, ഒരു ഉദ്റ് ബോധിപ്പിക്കേണ്ടി വരും, എനിക്ക് പറ്റിപ്പോയി എന്ന നിലയ്ക്ക് പറയേണ്ടി വരും, ദുനിയാവിലാവട്ടെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലാവട്ടെ. അങ്ങനെ ഒരു കാര്യം നീ ഒഴിവാക്കുക, അത് നീ ചെയ്യാൻ നിൽക്കരുത്. നാളെ ഒഴിവൊഴിവ് പറയേണ്ടി വരുന്ന ഒരു കാര്യം നീ ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യം കേട്ടോ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. നാലാമത്തേത് പറഞ്ഞു, നിനക്ക് സാധിക്കുമെങ്കിൽ നിന്നിലേക്കൊരു ദിവസം വരരുത്, നീ അതിന്റെ തലേ ദിവസം എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഖൈറായൊരു ദിവസം നിനക്ക് വരാതിരിക്കാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക. അതായത് അടുത്തൊരു ദിവസം ഇന്നലെ നീ ചെയ്തതിനേക്കാൾ കൂടുതലായി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എപ്പോഴും ഏറ്റവും ഉത്തമമായ അവസ്ഥയിലായിരിക്കണം. അങ്ങനെ പറ്റുമെങ്കിൽ നീ അങ്ങനെയാവുക. അതായത് ഇന്ന് നമ്മൾ ചെയ്തു കർമ്മങ്ങൾ, ഇതിനപ്പുറത്തേക്കൊന്നും നാളേക്ക് ഉത്തമമായി ചെയ്യാല്ല, ഇന്ന് തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ആ അവസ്ഥയിലാകാൻ പറ്റുമെങ്കിൽ നീ അങ്ങനെയാവുക എന്ന് പറഞ്ഞു. അഞ്ചാമത്തെ കാര്യം, വൈദാ സ്വല്ലൈത സ്വലാത്തൻ ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ. നീ നിസ്കരിക്കുമ്പോൾ വിട പറഞ്ഞു പോകുന്ന, യാത്ര പറഞ്ഞു പോകുന്ന ഒരുവനെ പോലെ നിസ്കരിക്കുക. കഅന്നക ലാ തുസല്ലി ബഅദഹാ, ഇതിനുശേഷം നീ നിസ്കരിക്കില്ല എന്നുള്ളത് പോലെ. ഇതും ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നീ ഇനി നിസ്കാരമല്ല നിനക്ക്, അതുപോലെ നീ നിസ്കരിക്കുക എന്ന് പറഞ്ഞു. മഹത്തായിട്ടുള്ള 5 ഉപദേശങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മകന് മരണസമയത്ത് വസിയത്തായി നൽകിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായിട്ടുള്ള സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കാണാം, മരണം അടുത്ത സമയത്ത് അവിടുന്ന് പറഞ്ഞു, അഖ്രിജു ഫിറാശി ഇലാ സഹ്നി ദാർ. വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശാലമായിട്ടുള്ള, നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ആളുകൾ കയറി വരുന്ന വിശാലമായ ഭാഗത്തേക്ക് എന്റെ ഈ കിടക്ക കൊണ്ടുപോകുക, എന്നെ അവിടെ കൊണ്ടുപോയി കിടത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ അവിടെ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഹ്തസിബു നഫ്സി ഇൻദക ഫഇന്നി ലം അസബ് ബിമിസ്ലിഹാ. അല്ലാഹു, ഞാൻ എന്റെ കാര്യത്തിൽ കൊതിച്ചു പോവുകയാണ്, ഇതുപോലൊന്നും എനിക്ക് ബാധിക്കാതിരുന്നെങ്കിൽ എന്ന്. മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കാണത്. ആളുകൾ കേൾക്കാൻ വേണ്ടി, ആളുകൾ അതിന്റെ ഗൗരവം അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഈ വാക്ക് പറയുന്നത്. മറ്റൊന്ന് സഹോദരങ്ങളെ, മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മരണസമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു വളരെ പ്രായമായിട്ടാണ് മരണപ്പെടുന്നത്. അതേ മരണസമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, എന്നെ ഒന്ന് ഇരുത്തണം എന്ന് പറഞ്ഞു, എന്നെ കിടക്കുന്നതിനൊന്ന് ഇരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ഇരുത്തി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിനെ കുറെ ദിക്ർ ചെയ്തു, അള്ളാഹുവിനെ കുറെ ഓർത്തു, കുറെ ദിക്ർ ചെയ്തു. എന്നിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അൽ ആന യാ മുആവിയ, മുആവിയ ഇപ്പോഴാണോ നീ ഇങ്ങനെ ദിക്ർ ചെയ്യുന്നത്? ഇപ്പോഴാണോ നീ അള്ളാഹുവിനെ ഇങ്ങനെ ഓർക്കുന്നത്? ജിഅത തദ്കുറു റബ്ബക ബഅദൽ ഇൻഹിതാമി വൽ ഇൻഹിദാം. എല്ലാവിധ തകർച്ചയ്ക്കും ശേഷമാണോ നീ അള്ളാഹുവിനെ ഓർക്കുന്നത്? അഥവാ ഉദ്ദേശം, ഈ പ്രായമായ അവസാന സമയത്താണോ നീ അള്ളാഹുവിനെ ഇങ്ങനെ ഓർക്കുന്നത്? അമാ കാന ഹാദാ വഗുബ്ബു ശബാബി നദീറുൻ റയ്യാനുൻ. ഉന്മേഷവാനായിട്ട് ഏറ്റവും നല്ല ചെറുപ്പത്തിലെ യുവത്വത്തിൽ നിനക്കിങ്ങനെ ചെയ്യാമായിരുന്നില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു പ്രായമായിട്ട് മരിച്ച സമയത്ത് കുറെ അള്ളാഹുവിനെ ദിക്ർ ചെയ്തിട്ട് പറയാണ്, ഇപ്പോഴാണ് മുആവിയ എനിക്കതിന് പറ്റിയത്, നല്ല ചെറുപ്പമായിരുന്ന പ്രായത്തിൽ നിനക്കതിൽ കൂടുതൽ ചെയ്യായിരുന്നില്ലേ എന്ന് പറയാൻ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് വെക്കും, നമ്മൾ ആലോചിച്ച് വെക്കും. ഏറ്റവും അള്ളാഹുവിലേക്ക് വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കാനുള്ള സമയം നമ്മുടെ യുവത്വമാണ്. ആരോഗ്യമുണ്ടാകും, സമയമുണ്ടാകും, അതുപോലെ തന്നെ എല്ലാ രീതിയിലും സാധിക്കുന്ന ഒരു സമയമാണ് യുവത്വം, ആരോഗ്യമുള്ള സമയം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ആ വാക്ക് പറയാണ്, ചെറുപ്പത്തിൽ നിനക്ക് ആവാമായിരുന്നില്ലേ? സുമബക്ക, വീണ്ടും കരഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റബ്ബി യാ റബ്ബി, എന്റെ റബ്ബേ എന്റെ റബ്ബേ, ഇർഹം അശ്ശൈഖ് അൽ ആസി ദൽ ഖൽബിൽ ഖാസി. കടുത്തുപോയ ഹൃദയമുള്ള
പാപിയായിട്ടുള്ള ഈ വൃദ്ധനോട് നീ കാരുണ്യം കാണിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അഖ്ലിൽ അസ്റത വഗ്ഫിർ ദല്ലത, അല്ലാഹു എന്റെ പാപങ്ങളെല്ലാം കുറച്ച് എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ, പുറത്തു നൽകണമേ. വജിദ് ബിഹിൽമിക അലാ മൻ ലം യർജു ഗൈറക വലാ വസിഖ ബിഅഹദിൻ സിവാക, നിന്നിലല്ലാതെ ഒന്നിലും പ്രതീക്ഷ വെക്കാത്ത, നിന്നിലല്ലാതെ ഒന്നിലും ബലമേൽപ്പിക്കാത്ത എന്റെ മേലെ റബ്ബേ നീ നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ ഹിൽമ കൊണ്ട്, നിന്റെ അവധാനത കൊണ്ട് നീ കാരുണ്യം ചൊരിയണമേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി എന്ന് കാണാം. പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കി. അതായത് അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള സഹാബി മരണ സമയത്ത് അദ്ദേഹത്തിന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് യുവത്വത്തിൽ ഒന്നുകൂടിയും അള്ളാഹുവിനെ ഓർക്കാമായിരുന്നല്ലോ എന്ന നിലക്ക് പറയുന്ന വാക്കുകളാണത്. മറ്റൊരു സഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം വളരെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വളരെ മരണം അടുത്ത സമയത്ത് കുറെ കരയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം ചുമരിനോട് തിരിച്ചു വെച്ചു, മുഖം ചുമരിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം കരയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ മകൻ ചോദിച്ചു, മാ യുബിക്കീകയാബത്ത, എന്താണ് അബ്ദുല്ലാഹ് ബിൻ അംർ അൽ ആസ് റളിയല്ലാഹു ചോദിച്ചു, എന്താണ് ഉപ്പ നിങ്ങളിങ്ങനെ കരയിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കരയുന്നത്? അമാ ബശ്ശറക റസൂലുള്ളാഹ്, നിങ്ങളെ കുറിച്ചിട്ട് റസൂലുള്ളാഹ് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളതല്ലേ, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്നും അതുപോലെ എല്ലാം അറിയിച്ചിട്ടുള്ളതല്ലേ? ഫഅഖ്ബല അംർ റളിയല്ലാഹു അൻഹു ഇലൈഹി ബിവജ്ഹിഹി, അപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന അഫ്ളല മാ നഉദ് ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാൻ ഒരുക്കിയിട്ടുള്ളതിൽ, നമ്മൾ ഒരുക്കുന്നതിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്താണ്, തൗഹീദാണ്. ഇന്നി കുൻതു അലാ അത്ബാഖിൻ സലാസ്, എന്നിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് 3 ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് മുശ്രിക്കായിരുന്നു. ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാണ് ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്, ഇസ്ലാം സ്വീകരിച്ചു വരുന്നത്. അപ്പൊ ഒരുപാട് യുദ്ധത്തിൽ മുശ്രിക്കുകളൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ പറയാണ്, എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. 3 ഘട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ലഖദ് റഅയ്തുനി വമാ അഹദുൻ അശദ്ദു ബുഗ്ദൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി, എനിക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ അവസ്ഥ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്നേക്കാൾ അള്ളാഹുവിന്റെ റസൂലിനോട് വെറുപ്പും ദേഷ്യമുള്ള ഒരാളുണ്ടായിരുന്നില്ല, അത്ര ദേഷ്യമായിരുന്നു എനിക്ക്. വലാ ഉഹിബ്ബു ഇല്ലാ അൻ അകൂന ഖദ് ഇസ്തംകൻതു മിൻഹു ഫഖതൽതുഹു, എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അവസരം കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഫലൗ മിത്തു അലാ തിൽകൽ ഹാൽ ലകുൻതു മിൻ അഹ്ലിൻ നാർ, ആ അവസ്ഥയിലാണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകാവകാശിയാകുമായിരുന്നു. ഫലമ്മാ ജഅല അല്ലാഹു അൽ ഇസ്ലാമ ഫീ ഖൽബി, അങ്ങനെ അള്ളാഹു എന്റെ കൽബിൽ ഇസ്ലാം കൊണ്ടുവന്നപ്പോൾ അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ബിസിത് യമീനക ഫലുബായിനക് ഫബസത യമീനഹു, ഞാൻ പറഞ്ഞു, റസൂലേ നിങ്ങളുടെ വലതുകാരം നീട്ടിയാലും ഞങ്ങളോട് ബൈഅത്ത് ചെയ്യട്ടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരം നീട്ടി ഞാൻ ബൈഅത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, മാലക യാ അംർ, എന്താണ് അംറെ നിനക്ക് വേണ്ടത് എന്ന നിലയ്ക്ക് എന്താണ് എന്റെ അവസ്ഥ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഖുൽതു അറദ്തു അൻ അശ്തരിത്, എനിക്കൊരു നിബന്ധന പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നിന്റെ ഷർത്ത്, എന്താണ് നിബന്ധന ബൈഅത്ത് ചെയ്യുമ്പോൾ? അയ്യഗ്ഫിറ ലീ, അല്ലാഹു എനിക്ക് പുറത്തു തരണം എന്നുള്ളതാണ്. അഥവാ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, ബൈഅത്ത് ചെയ്യാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്റെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല, നിനക്കറിയില്ലേ ഇസ്ലാം മുൻപുള്ളതിനെല്ലാം തകർത്ത് കളയും, പാപങ്ങളും എല്ലാം ഒഴിവാക്കി കളയുമെന്ന്. വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ, ഹിജ്റയും അതുപോലെ മുൻപുള്ള തെറ്റുകൾ ഒഴിവാക്കി കിട്ടുമെന്ന്. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് നിർവഹിച്ചാലും മുൻപ് ചെയ്തതൊക്കെ വിട്ടുകളയുമെന്ന് നിനക്കറിയില്ലേ? വമാ കാന അഹദുൻ, എന്നിട്ട് പറയാണ്, എന്നിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്നാമത്തെ ഘട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ നടന്ന ശിർക്കിന്റെ കാലഘട്ടം. എന്നിട്ട് രണ്ടാമത്തെ അവസ്ഥ ഇസ്ലാം സ്വീകരിച്ച ശേഷം പറയാണ്, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അഹ്ലാ ഫി ഐനി മിൻഹു, എന്നെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നില്ല. എന്നെ പോലെ കണ്ണിന് മാധുര്യം ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ മാധുര്യം ലഭിക്കുന്ന ഒരാളുണ്ടായിരുന്നില്ല. വമാ കുൻതു ഉതീഖു അൻ അംല ഐനി മിൻഹു ഇജ്ലാലൻ ലഹു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ബഹുമാനം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ഒന്ന് തുറിച്ചു നോക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് വിശേഷിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്ക് വിശേഷിപ്പിക്കാൻ പോലും സാധിക്കൂല. കാരണം അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറിച്ചു നോക്കാറില്ല. കാരണം അത്ര ഒരു ബഹുമാനം കൊടുത്തിട്ടേ ഞാൻ നോക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, വലൗ മിത്തു അലാ തിൽകൽ ഹാൽ ലറജൗതു അൻ അകൂന മിൻ അഹ്ലിൽ ജന്ന. ആ അവസ്ഥയിലാണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു. ശിർക്കിന്റെ കാലഘട്ടത്തിൽ നരകത്തിലാകുമായിരുന്നു, ഇസ്ലാം സ്വീകരിച്ച ആ സമയത്ത് സ്വർഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുമായിരുന്നു. എന്നിട്ട് പറയാണ്, സുമ്മ ഉല്ലീന അശ്യാ, പിന്നീട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. അഥവാ ഇസ്ലാമിക ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പ്രതാപത്തിന്റെ കാലത്തിലെത്തി. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈജിപ്തിലെ മറ്റോ ഗവർണറായിരുന്നു. ഉത്തരവാദിത്തങ്ങളും വലിയ ഉന്നതമായ സ്ഥാനത്തെത്തി. എന്നിട്ട് പറയാണ്, മരണസമയത്ത് പറയാണ്, മാ അദ്രി മാ ഹാലി ഫീഹാ, ഇപ്പൊ എന്റെ അവസ്ഥയാവും എന്താവുമെന്ന് എനിക്കറിയില്ല, ഇനി എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ച് പ്രായ ആളുകൾക്ക് മനസ്സിലാവും, ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവൂല. അതായത് ജഹാലത്തിന്റെയും ചിലപ്പോൾ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും കുഫറിന്റെയും വരെ ഒരു കാലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയേക്കാം. അറിവില്ലായ്മയുടെ പാപങ്ങളുടെ ഒരു കാലം. രണ്ടാമത്തെ ഘട്ടം അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം തന്ന ഒരു കാലഘട്ടമായിരിക്കും. മൂന്നാമത്തെ ഒരു ഘട്ടമുണ്ട്. അതിനുശേഷം അത് നിലനിർത്തി കൊണ്ടുപോകുന്നിടത്ത് ആ മൂന്നാമത്തെ ഘട്ടത്തിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇപ്പൊ എന്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. ആദ്യത്തിലായിരുന്നെങ്കിൽ നരകത്തിലാകുമായിരുന്നു. ഇസ്ലാം കിട്ടിയ ഹിദായത്ത് കിട്ടിയ ആദ്യ സന്ദർഭത്തിലായിരുന്നെങ്കിൽ സ്വർഗത്തിലാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ എന്റെ അവസ്ഥ അറിയില്ല എന്ന് കുറച്ച് പ്രായമുള്ള ആളുകൾ ഒന്ന് സ്വയം പരിശോധിച്ചാൽ മതി നമ്മുടെ കഴിഞ്ഞ ചില കാലഘട്ടങ്ങൾ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൈദ അന മിത്തു ഫലാ തസ്ഹബ്നി നാഇഹത്തുൻ വലാ നാറുൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ കൊണ്ടുപോകുന്നിടത്ത് നിലവിളിച്ച് കരയുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ തീ ഉണ്ടാകാൻ പാടില്ല. അതായത് അന്ന് ജാഹിലിയ കാലത്തെ രീതിയായിരുന്നു, ആരെങ്കിലും മരിച്ചാൽ കരയാനായിട്ട് പെണ്ണുങ്ങൾ ഉണ്ടാകും, ജനാസ കൊണ്ടുപോകുമ്പോൾ തീ കത്തിച്ചു കൊണ്ടുപോകും. അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല. ഫൈദാ ദഫൻതുമൂനി ഫസന്നു അലയ്യ തുറാബ് സന്നൻ, എന്നെ മറമാടുന്ന സമയത്ത് മണ്ണ് കുറച്ചായിട്ട് വേണം ഇടാൻ. ഒറ്റയടിക്ക് മണ്ണ് കോരിയിടരുത്, കുറച്ചായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ثم أقيموا حول قبري قدر ما تنهر جزور ويقسم لحمها. അങ്ങനെ മറമാടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ ഉണ്ടാകണം. എന്റെ ഖബറിന് ചുറ്റും ഒരു ഒട്ടകത്തിന് അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ എന്റെ ഖബറിന് ചുറ്റും ഉണ്ടാകണം. ഹത്താ അസ്തഅനിസു ബിക്കും, ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ട് ഒന്ന് ഒറ്റയ്ക്ക് ആ ഖബറിലാകി ഒന്ന് ശരിയാകുന്നത് വരെ. വൻദുറു മാദാ ഉറാജിഉ ബിഹി റസൂല റബ്ബി. എന്തിനാണ് നിൽക്കാൻ പറഞ്ഞതെന്നറിയോ? കാരണം ഇവര് പോയാലാണ് ആര് വരിക? മലക്കുകൾ വരിക, ചോദ്യം ചോദിക്കുക. അപ്പോ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പറയാണ്, ഞാൻ എന്താണ് അള്ളാഹുവിന്റെ ദൂതന്മാർ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് പറയുക എന്നുള്ളതിന് കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചേരം ഖബറിന്റെ ചുറ്റും നിൽക്കണം എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്. നോക്കൂ സഹോദരങ്ങളെ, സഹാബികൾ അവരുടെ ജീവിതത്തിൽ വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടും വലിയ കാര്യങ്ങൾ ഒരുക്കിയിട്ടും അവരാ മരണസമയത്ത് അവരുടെ പരലോകത്തെക്കുറിച്ച് ആലോചിച്ച് അവർ കരയുകയുണ്ടായിരുന്നു, അവർ ഭയപ്പെടുകയുണ്ടായിരുന്നു. മറ്റൊരു സഹാബിയാണ് അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളെയും അല്ലെങ്കിൽ ജോലിക്കാരെയും ഒക്കെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇദ്ഹബൂ ഫഹ്ഫിറൂ ലീ വഅമിഖൂ, നിങ്ങൾ പോവുക, എനിക്ക് വേണ്ടി ഖബർ കുഴിക്കുക, നല്ല ആഴത്തിൽ തന്നെ അത് കുഴിക്കണം. ഫഫഅലൂ, അങ്ങനെ അവർ ഖബർ കുഴിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇജ്ലിസൂ ബി, എന്നെ ഒന്ന് നേരെ ഇരുത്തണം എന്ന് പറഞ്ഞു. അബൂ മുസ അൽ അശ്അരി പറഞ്ഞു, എന്നെ ഒന്ന് നേരെ ഇരുത്തണം. എന്നിട്ട് പറഞ്ഞു, ഫവല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലഇഹ്ദൽ മൻസിലതൈൻ, ഇതാ ആ ഖബർ എന്ന് പറയാൻ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹുവാണ് സത്യം, ആ ഖബർ ജീവിതം എന്നുള്ളത് രണ്ടാലൊരു അവസ്ഥയിലാണ് ഉണ്ടാവുക, രണ്ടാലൊരു മൻസിലത്തായിരിക്കും അത്. ഇമ്മാ ലയൂസിഅന്ന ഖബരി ഹത്താ തകൂന കുല്ലു സാവിയത്തിൻ 40 സിറാഅൻ, ഒന്നെങ്കിൽ തകൂന കുല്ലു സാവിയത്തിൻ 40 സിറാഅൻ, ഒന്നെങ്കിൽ ആ ഖബർ എന്താകും, ഓരോ കോണും ഖബറിന്റെ 4 കോണുകളും 40 മുഴത്തോളം വിശാലമാകുന്ന അവസ്ഥയുണ്ടാകും. ഒന്നുകിൽ അത് വിശാലമായി തീരും. വലയഫ്തഹൻ ലീ ബാബുൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിലെ കവാടങ്ങൾ എനിക്ക് അവിടെ തുറക്കപ്പെടും ആ ഖബറിൽ. ഫലംദുറൻ ഇലാ മൻസിലി ഫീഹാ വഇലാ അസ്വാജി, ഞാൻ അവിടെ ഖബറിൽ കടന്ന് ഒന്നെങ്കിൽ ആ സ്വർഗ്ഗത്തിലെ ഭവനങ്ങളിലേക്കും എന്റെ ഇണകളിലേക്കും ഞാൻ നോക്കും. വഇലാ മാ അഅദ്ദ അല്ലാഹു അസ്സ വജല്ല ലീ ഫീഹാ മിനൻ നഈം, അല്ലാഹു എനിക്ക് ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക്.
ثم لأنا أهدى إلى منزلي في الجنة مني اليوم إلى أهلي. അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിലേക്കുള്ള ദുനിയാവിലെ വീട്ടിലേക്കുള്ള വഴി അറിയുന്നതിനേക്കാൾ കൃത്യമായി സ്വർഗത്തിലെ വീട്ടിലേക്കും സ്വർഗത്തിലെ ഇടകളിലേക്കുമുള്ള വഴി എനിക്ക് അറിയുന്നുണ്ടാകും. വലയുസീബുനി മിൻ റൂഹിഹാ വറൈഹാനിഹാ ഹത്താ ഉബ്അസ്. ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെ അത് എനിക്ക് കാണാനും അത് ആസ്വദിക്കാനും അതിന്റെ ഗന്ധങ്ങൾ അനുഭവിക്കാനും എല്ലാം മിൻ റൗഹിഹ അതിന്റെ കാറ്റും ഗന്ധവും എല്ലാം എനിക്കുണ്ടാകും. ഒന്നാമത്തെ അവസ്ഥ, അതാ ഖബർ വിളിക്കാൻ പറഞ്ഞു, മരിക്കാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുക. ഒന്നെങ്കിൽ ഖബർ വിശാലമായി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന അവസ്ഥയായിരിക്കും. അതല്ല എങ്കിൽ രണ്ടാമത്തെ ഭവനമാണ് എങ്കിൽ വൈൻ കാനത്തിൽ ഉഖ്റ രണ്ടാമത്തേതാണെങ്കിൽ ലയുദീഖന്ന അലയ്യ ഖബ്രി ഹത്താ തഖ്തലിഫ മിൻഹു അദ്ലാഇ. എന്റെ ഖബർ ഇടുങ്ങും, എന്റെ വാരിയെല്ലുകൾ കൂടിപ്പെടരുന്ന അവസ്ഥയിൽ. ഹത്താ യകൂന അദ്യഖ മിൻ കദാ വകദാ അദ്യഖ മിൻ കദാ വകദാ ഇന്നാലിന്നതിനേക്കാൾ ഏറ്റവും ഇടുങ്ങിയ അവസ്ഥയിലാകും. വലയഫ്തഹന്ന ലീ ബാബു മിൻ അബ്വാബി ജഹന്നം അവിടെ തുറക്കപ്പെടും നരകത്തിന്റെ കവാടങ്ങൾ. فلأنظرن إلى مقعدي وإلى ما أعد الله عز وجل فيها من السلاسل والأغلال والقرناء. അവിടെ എനിക്ക് കാണാൻ സാധിക്കും നരകത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ള ചങ്ങലകളും ശിക്ഷകളും അതുപോലെയുള്ള കാര്യങ്ങളും. ثم لأن إلى مقعدي من جهنم لأهدى مني اليوم إلى منزلي. അങ്ങനെ നരകത്തിലെ എന്റെ സ്ഥാനം എവിടെയാണോ അങ്ങോട്ടേക്കുള്ള വഴി എന്റെ വീട് ദുനിയാവിൽ അറിയുന്നത് പോലെ വീട്ടിലേക്കുള്ള വഴി അറിയുന്നതിനേക്കാൾ നന്നായി എനിക്ക് അറിയുന്ന അവസ്ഥ വരും. പിന്നെ നരകത്തിൽ അതിന്റെ ചൂടും പുകയുമെല്ലാം ഉയർത്തെഴുന്നേൽപ്പ് വരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ ഞാനത് അനുഭവിക്കേണ്ടി വരും എന്ന് പറയാം. അതായത് ഖബർ രണ്ടാമൊരു അവസ്ഥയിലാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഖബർ എന്തായിരിക്കും എന്നുള്ളത്. സത്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ദുനിയാവുന്നുണ്ടല്ലോ, നമ്മുടെ പരലോകത്തെ കുറിച്ച് ഏറ്റവും അർപ്പിക്കുന്ന ഒരു കാര്യം, അതായത് കുറച്ചു കാലം മുമ്പേ ഒരു 10, 20, 30 വർഷമൊക്കെ ജീവിച്ച ആളുകൾക്ക് അറിയാം, അന്ന് ഒരു ജനാസ പങ്കെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്ന് മരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ അന്ന് നമുക്കുണ്ടാകുന്ന ചിന്തയും അതുപോലുള്ള അവസ്ഥയും ഇന്നെന്താണ്? ഇന്ന് ഖബറടക്കുമ്പോൾ പോലും ആളുകൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ നോക്കും, വേറെ എന്തെങ്കിലും ഷോർട്ട് സ്റ്റോറീൽസോ കാണുമോ, അല്ലെങ്കിൽ അവിടുന്ന് പോരുമ്പത്തിനും അവർ വേറെ ലോകത്തെത്തി. അഥവാ ദുനിയാവ് നമ്മുടെ മുമ്പിൽ വിശാലമായി കണ്ടും കേട്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതേസമയം നിലനിൽക്കുന്ന ഉറപ്പുള്ള പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത കുറഞ്ഞു പോവുകയാണ്. മനുഷ്യന് തീരെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത, എന്തിനാണ് അവന്റെ സമയം ചെലവഴിക്കേണ്ടത്, എന്തിനാണ് അവന്റെ ചിന്ത ചെലവഴിക്കേണ്ടത് എന്ന് തെറ്റിച്ചു കളയുന്ന അവസ്ഥയിലുള്ളത്. നമ്മൾ ചിന്തിച്ചാൽ മതി, ഒരു ദിവസത്തിൽ നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കേൾവികൾ അത് എത്രത്തോളമാണ് പരലോകത്തേക്ക് നമ്മൾ അടുപ്പിക്കുന്നുള്ളത്, എത്രത്തോളമാണ് ദുനിയാവിന്റെ വിഭവങ്ങളിലേക്കുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാവരും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്ന് രണ്ട് സഹാബികളെ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് വലിയ വലിയ കിതാബുകളിൽ കുറഞ്ഞ സഹാബികളെ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് താബിയങ്ങളെ താബിയങ്ങളൊക്കെ അത്രകളെ കിതാബുകളിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. മറ്റൊരു സഹാബിയാണ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉഹദ് യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഷഹീദാവുമ്പോഴുള്ള വാക്കുകൾ വളരെ ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വെച്ച് വളരെ ഗൗരവമുള്ള വാക്കുകളായിരുന്നു. ഉഹദ് യുദ്ധം നടന്ന് പിന്നെ നമുക്കറിയാം, ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം അറിയാം. ആദ്യം മുസ്ലിമീങ്ങൾക്ക് ഒരു വിജയം ഉണ്ടായിരുന്നു, പിന്നീട് തോൽവി ഏറ്റുവാകുന്ന അല്ലെങ്കിൽ ഒരുപാട് സഹാബികൾ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ യുദ്ധം കഴിഞ്ഞ സമയത്ത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹുവിനെ കാണാനില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ യദ്ഹബു ഫയൻദുറ മാദാ ഫഅല സഅദ് ബിൻ റബീഅ. സഅദ് ബിൻ റബീഅന് എന്താ പറ്റിയത്, ആരെ പോയി നോക്കുക എന്ന് ചോദിച്ചു. അങ്ങനെ സഹാബികളിൽ ഒരാൾ കൊല്ലപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സഅദ് ബിൻ റബീഅ റൂഹ് പോകുന്ന അവസാനത്തെ സമയത്ത് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ സഅദ് ബിൻ റബീഅനെ വിളിച്ചിട്ട് എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോ സഅദ് ബിൻ റബീഅ ചോദിച്ചു, എന്തിനാ നീ വന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅതനി ലിഅംറ മാദാ ഫഅൽത്. നീ എന്താ ചെയ്ത് നോക്കാൻ വേണ്ടി റസൂൽ എന്നെ പറഞ്ഞയച്ചതാണ്, എന്താ അതിന്റെ അവസ്ഥ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സഅദ് ബിൻ റബീഅ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടാനായിട്ടുണ്ട്. പറഞ്ഞു, ഇഖ്റ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി അസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്റെ സലാം നീ പോയി പറയണം. വഖ്ബിർഹു എന്നിട്ട് അറിയിക്കണം, ഇന്നി മയ്യിത്തുൻ ഞാനിതാ മരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കണം. കാരണം മരണം എന്തായാലും ഉറപ്പായ അവസ്ഥയിലാണ്. എന്നിട്ട് പറഞ്ഞു, വഅന്നി ഖദ് തുഇൻതു 12 തഅനതൻ എനിക്ക് 12ഓളം വെട്ടും കുത്തും ഇറങ്ങിയിട്ടുണ്ട്. വൻഫദത് ഫിയ എന്നിലത് ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ട്, വെട്ടും കുത്തും ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ട്.
ഫനഹാരിക്കും ലാ മഹാല, ഞാൻ എന്തായാലും മരിക്കും, ഒരു ഉറപ്പാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ ഞാൻ എന്തായാലും മരിക്കും. വഖഅ അലാ ഖൗമി, എന്റെ കൂട്ടരോട് അഥവാ സഹാബികളോട് പറയണം, മിനസ്സലാം, എന്റെ സലാം അറിയിക്കണം. വഖുൽ ലഹും, എന്നിട്ട് അവരോട് പറയണം, യാ ഖൗം, ഏ കൂട്ടരെ, ലാ ഉദ്റ ലക്കും ഇൻ ഖറസ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീകും ഐനുൻ തത്റുഫ്, നിങ്ങളിൽ കണ്ണ് വെട്ടാൻ വേണ്ടി കണ്ണുള്ള കാലത്തോളം റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉദ്റുല്ല എന്ന് സഹാബികളോട്, എന്റെ ആളുകളോട് പോയി പറയണം എന്ന് പറയാണ്. അഥവാ കണ്ണ് വെട്ടാൻ ഉദ്ദേശിച്ചത് എന്താ, കുറച്ച് ജീവൻ ഒരു ബാക്കി ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ ജീവിച്ചിരിക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിനക്കൊരു ഉദ്റും പിന്നെ ബോധിപ്പിക്കാനില്ല. കാരണം അതിനേക്കാൾ നീ റസൂലുള്ളാഹിനെ സംരക്ഷിക്കണം എന്ന യുദ്ധ സന്ദർഭത്തിലെ അവസ്ഥയാണ്. കാരണം അത്ര അറിയുള്ളൂ, റസൂലുള്ളാഹിനെ സംരക്ഷിക്കാനാണ് യുദ്ധം ചെയ്തത്. അപ്പോ ആ സമയത്ത് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് ഷഹീദാവുകയാണ് ചെയ്തത്. സഅദ് ഇബ്നു റബീഅ. ഇവിടെ ഒരുപാട് തരത്തിൽ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിഫാഅ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ആക്ഷേപിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുകയാണ്, നമുക്ക് കഴിവുണ്ടായിട്ട് അതിനെ ഏത് തരത്തിലാണോ, അറിവ് കൊണ്ടാണോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക. അതുപോലെ തന്നെ ബിദ്അത്തുകൾ വർദ്ധിക്കുന്ന കാലത്ത് സുന്നത്തിനെ പ്രചരിപ്പിക്കുക. ബിദ്അത്തുകൾ ആളുകൾ ചെയ്യുമ്പോൾ സുന്നത്തിനെ മുറുകെ പിടിച്ച് സുന്നത്തിൽ കൂടുതൽ സുന്നത്ത് പ്രാവർത്തികമാക്കുക, അത് ജീവിപ്പിക്കുക. അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആ സഹാബിയുടെ അവസാനത്തെ വാക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, മാ ആസാ മിന ദുനിയ അലാ ഷൈഇൻ ഇല്ലാ അലാ തലാസ്, മൂന്ന് കാര്യങ്ങൾക്ക് വിഷയത്തിലല്ലാതെ ദുനിയാവ് വിട്ടുപോകുന്നതിനെ കുറിച്ച് എനിക്കൊരു വിഷമമില്ല. ഒന്ന് ളംഅൻ ലിഹവാജിർ, ചൂടുള്ള വെയിലുള്ള ദിവസത്തിൽ അനുഭവിക്കുന്ന ദാഹം. അത് പൊതുവെ സലഫുകൾ ഉപയോഗിക്കാറുള്ളത്, ളംഉൽ ഹവാജിർ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് നോമ്പിന് വേണ്ടിയിട്ടാണ്, ഐച്ഛികമായ നോമ്പ് നോൽക്കുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ മുക്കാബത്തുല്ലയിൽ, മുക്കാബത്ത് എന്ന് പൊതുവെ ഉറക്കം തൂങ്ങാന്നൊക്കെ അർത്ഥം. അവിടെ ഉദ്ദേശം രാത്രി ഉറക്കം തൂങ്ങാൻ പൊതുവെ ഉദ്ദേശിക്കാറുള്ളത് പിന്നെ രാത്രി നിസ്കാരത്തിനാണ്. ബുദ്ധിമുട്ടിയിട്ട് രാത്രി നിസ്കരിക്കുകയും മുറാവഹത്തുൽ അഖ്ദാ ബിൽ ഖിയാം ബില്ലാഹി അസ്സ വജൽ, രാത്രി നിസ്കരിച്ച് കാലുകൾക്ക് നീര് വരുന്ന അവസ്ഥ. അഥവാ ഈ സുന്നത്തായ നോമ്പ് രാത്രി നിസ്കാരവും സലഫുകൾ വളരെയധികം ഗൗരവത്തിൽ മുറുകെ പിടിച്ചിരുന്ന ഒരു കാര്യമാണ്. അവസാനം ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയത്തെ വാക്കുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്റെ ഈ കിടപ്പറ, ഞാൻ കിടക്കുന്നത് വീടിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇടണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇജ്മഉ ലി മവാലി വഖദമി വജീറാനി വമൻ കാന യദ്ഖുലു അലയ്യ, ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ, എന്റെ ജോലിക്കാർ, കുടുംബക്കാർ, അയൽവാസികൾ, അവരെല്ലാവരോടും വരാൻ പറയാമെന്ന് പറഞ്ഞു. മരണം അടുത്ത സമയത്ത് വീടിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ടിരുന്ന് പറഞ്ഞു, ഞാനുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഒന്ന് വരാൻ പറയുമെന്ന് പറഞ്ഞു. ഫജമഉ ലഹു, അങ്ങനെ അവരെല്ലാവരും അവിടെ വന്ന് ഒരുങ്ങിയിരുന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന യൗമി ഹാദാ ലാ അറാഹു ഇല്ലാ ആഖിറ യൗമിൻ യഅതി അലയ്യ മിന ദുനിയ, എന്റെ ഈ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ദുനിയാവിലെ എന്റെ അവസാനത്തെ ദിവസമായിട്ടാണ്, ഞാൻ മരിക്കാനായിട്ടുണ്ട്. വഅവ്വലു ലൈലത്തി മിനൽ ആഖിറ, പരലോകത്തിന്റെ എന്റെ ആദ്യത്തെ രാത്രിയായിട്ടാണ്. അഥവാ ദുനിയാവിലെ അവസാനത്തെ ദിവസം പറഞ്ഞാൽ പരലോകത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. അങ്ങനെ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മരിക്കാനായിട്ടുണ്ട്. വഇന്നഹു ലാ അദ്രി ലഅല്ലഹു ഖദ് ഫറത മിന്നി ഇലൈക്കും ബിയദി ഔ ബിലിസാനി ഷൈഉൻ, എനിക്കറിയില്ല എന്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും അതിക്രമം ഞാൻ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അബദ്ധത്തിലോ മറ്റോ. വഹുവ വല്ലദീ നഫ്സി ഉബാദ ബിയദിഹി, ഉബാദയുടെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. അൽ ഖിസാസ് യൗമൽ ഖിയാമ, ചെയ്തതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പിലാക്കുന്നത് അന്ത്യനാളിൽ വെച്ചിട്ടാണ്. وأحرج على أحد منكم في نفسه شيء من ذلك إلا اقتص مني قبل أن تخرج نفسي, എന്റെ റൂഹ് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തീർക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ നിർബന്ധിക്കുകയാണ്, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം എന്ന് പറഞ്ഞു. ഫഖാലു, അവരെല്ലാവരും പറഞ്ഞു, ബൽ കുൻത വാലിദൻ വകുൻത മുഅദ്ദിബൻ, നിങ്ങൾ നല്ലൊരു ഉപ്പയായിരുന്നു, നല്ല സ്വഭാവമുള്ള നല്ല ആളായിരുന്നു, അവരൊക്കെ പറഞ്ഞു. ഫഖാല അഗഫർതും ലി മാ കാന മിൻ ദാലിക്, അപ്പോൾ ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് പുറത്തു തന്നില്ലേ, നിങ്ങളുമായിട്ടൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി,
ഞാൻ അവരോട് ഒരു വിഷയത്തിലും എനിക്ക് സൃഷ്ടികളോട് ഒരു പ്രശ്നമില്ല. അമൽ ആന ഫഹ്ഫദു വസിയത്തി എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ എന്റെ വസിയത്ത് നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ കേൾക്കുക. ഉഹർരിജു അലാ കുല്ലി ഇൻസാനും മിൻകും അയ്യബ്കി, ഞാൻ നിങ്ങളോട് നിർബന്ധിച്ചു പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാളും പൊട്ടിക്കരയുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഫൈദാ ഖറജത് നഫ്സി, എന്റെ റൂഹ് പോയി കഴിഞ്ഞാൽ ഫതവദ്ദഹു ഫഅഹ്സിനുൽ വുദൂഅ, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വുദു എടുക്കുക. ثم ليدخل كل إنسان منكم مسجدا, പിന്നെ നിങ്ങളിൽ ഓരോരുത്തരും മസ്ജിദിൽ പോയി ഫയുസല്ലി ثم يستغفر لعبادة ولنفسه, ഉബാദക്ക് വേണ്ടിയിട്ട് അഥവാ ഉബാദത്ത് ഇബ്നു സാമിത്ത് എനിക്ക് വേണ്ടിയിട്ടും അവനവന് വേണ്ടിയിട്ടും അവൻ ഇസ്തിഗ്ഫാർ നേരട്ടെ. നിസ്കരിച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇസ്തിഗ്ഫാർ നേരട്ടെ ഉബാദ മരിച്ചു കഴിഞ്ഞാൽ. فإن الله عز وجل قال, കാരണം അല്ലാഹു പറഞ്ഞു, واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടുക ഖുശൂ' ഇല്ലാത്തവർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ثم أسرعوا بي لحفرتي, പിന്നെ എന്റെ ഖബറിലേക്ക് വേഗത്തിൽ എന്നെ കൊണ്ടുപോയി മറമാടുക. ولا تتبعوني بنار, ഈ തീയും മറ്റും കത്തിച്ച് എന്റെ പിന്നാലെ വരരുത്, അഥവാ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് വസിയത്ത് നൽകുകയും ഉണ്ടായി. ഇവിടെ ധാരാളം ഇതുപോലെയുള്ള സംഭവങ്ങൾ വേറെയും ഞാൻ ആദ്യം പറഞ്ഞ ഈ കിതാബുകളിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് വലിയ ഉൾക്കാഴ്ച നൽകുന്ന കാര്യമാണ്. ചിന്തയില്ലേ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ വാക്കുകളിൽ എന്തില്ല, ഒരു കുഴപ്പാടുമില്ല. എന്നാൽ ആലോചിക്കുന്ന ആളുകൾക്ക് നമ്മുടെ മരണസമയത്ത് എന്താണ് നമുക്ക് പറയാനുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് ആ മരണത്തിന് വേണ്ടി നാം ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. വലികുല്ലി ഉമ്മത്തിൻ അജലുൻ, ഓരോ കൂട്ടർക്കും ഓരോ വ്യക്തികൾക്കും ഒരു സമയമുണ്ട്, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ട സമയം. ഹസൻ ബസരി പറഞ്ഞതുപോലെ ദുനിയാവ് എന്നുള്ളത് ഒരു സ്വപ്നം പോലെയാണ്, ഉറങ്ങുമ്പോൾ കാണുന്ന ഒരു സ്വപ്നം പോലെയാണ്, ഉറക്കത്തിൽ എഴുന്നേൽക്കുന്ന പോലെയാണ് പരലോകം എന്നുള്ളത്. ഉറങ്ങുമ്പോ നമ്മൾ പല സ്വപ്നം കണ്ടിട്ടുണ്ടാവും, യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന തരത്തിലാണ് നമ്മൾക്ക് സ്വപ്നം കാണുക. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ദുനിയാവ്. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും വന്ന് വിളിച്ച് എണീപ്പിച്ചെങ്ങണ്ടാവും. ആ സ്വപ്നത്തിന്റെ എല്ലാവിധ ആസ്വാദനങ്ങളും അതിന്റെ എല്ലാ വേദനകളും എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നിട്ട് നമ്മളൊരു യാഥാർത്ഥ്യത്തിലേക്ക് എഴുന്നേൽക്കില്ലേ, അതുപോലെയാണ് പരലോകത്തേക്ക് മരണത്തിലൂടെ എഴുന്നേൽക്കുക എന്ന് അല്ലാഹു പറയാണ്. ഫഇദാ ജാഅ അജലുഹും, അവരുടെ ആയുസ് എത്തിക്കഴിഞ്ഞാൽ, സമയം എത്തിക്കഴിഞ്ഞാൽ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷം മുന്നോട്ടോ പിന്നോട്ടോ മാറില്ല, ഒരു നിമിഷം മുന്നോട്ടോ പിന്നോട്ടോ മാറില്ല. ഇന്ന് ഈ ഒരു ഡേറ്റിൽ ആണ് നമ്മുടെ മരണം അല്ലാഹു തീരുമാനിച്ചത് എങ്കിൽ നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ ഭാര്യക്കോ മക്കൾക്കോ സമ്പത്തിനോ നമ്മുടെ കച്ചവടത്തിനോ ഒന്നിനും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ ചിന്ത ഉണ്ടായിരിക്കണം. ആ മരണത്തിന് ശേഷമുള്ള ലോകത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടായിരിക്കണം ഓരോ ദിവസവും നമ്മൾ കടന്നു പോകേണ്ടത്. അതുപോലെ നമ്മൾ മാതൃകയാക്കുന്ന സ്വഹാബികളുടെ ജീവിതവും അവരുടെ വാക്കുകളും കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഉത്ബോധനങ്ങളും ഉൾക്കൊള്ളുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായി മരിക്കാനും അവന്റെ സ്വർഗത്തിൽ അവനെ കണ്ണിറയെ കാണുന്ന ഏറ്റവും ഉച്ചമരായിട്ടുള്ള അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.